ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അക്കാഡമീസ് കേരള ജോഗ്രഫിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കേരള ജോഗ്രഫിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇന്ന് മുതൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കേരള ജോഗ്രഫി എന്ന് പറയുമ്പോൾ നമ്മുടെ PSC പരീക്ഷയ്ക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്ക് തന്നെയാണല്ലേ. സിലബസിൽ നമുക്ക് ഇന്ത്യ ജോഗ്രഫി ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതിൽ വരുന്ന സിലബസിൽ ചെറിയൊരു ഭാഗം മാത്രമാണ് കേരള ജോഗ്രഫി ആയിട്ട് ബന്ധപ്പെട്ടിട്ട് കേരളത്തിൻ്റെ ഭൂമിശാസ്ത്രവും അതുപോലെ നദികൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അല്ലാതെയുള്ള PSC സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് മുതൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് നമ്മുടെ കേരളത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള ആ ഒരു ഘടനാപരമായുള്ള പ്രത്യേകതകൾ എന്തൊക്കെയാണ്, അവിടെ എന്തൊക്കെ വരും, അവിടെ നമ്മുടെ മലനിരകൾ, ഹിൽസ് അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ടല്ലേ. അതുപോലെ നദികൾ, റിവേഴ്സ് അതുപോലെയുള്ള കാര്യങ്ങൾ, വൈൽഡ് ലൈഫ് വരുന്നുണ്ട്. അതുപോലെ നമ്മുടെ ബയോഡൈവേഴ്സിറ്റി വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, റോഡ്, എയർ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ കേരളത്തിൻ്റെ ജോഗ്രഫിയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുണ്ട്. ഇന്നത്തെ ഈ ഒരു ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൻ്റെ ആ ഒരു ഭൂമിശാസ്ത്രത്തിൻ്റെ ഇൻട്രൊഡക്ഷൻ തന്നെയാണ്. എങ്ങനെയാണ് നമ്മുടെ കേരളം ഇന്ത്യയിലുള്ള മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് കേരളത്തിനുള്ള പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. അതിൽ തന്നെ നമുക്കറിയാം, നമ്മുടെ കേരളത്തിൻ്റെ ഈ ഒരു ഭൂമിശാസ്ത്ര ഘടനകളനുസരിച്ച് കേരളത്തിൻ്റെ ആ ഒരു പ്രദേശങ്ങൾ അല്ലെങ്കിൽ വിഭാഗങ്ങൾ നമുക്ക് മൂന്നായിട്ട് തരംതിരിക്കാൻ പറ്റും അല്ലേ. എങ്ങനെയൊക്കെയാണ് നമുക്ക് തരംതിരിക്കാൻ പറ്റുന്നത്? മലനാട്, ഇടനാട്, അതുപോലെ തീരപ്രദേശം എന്ന രീതിയിൽ മൂന്നായിട്ട് തരംതിരിക്കാൻ പറ്റുമല്ലോ. ഈ ഒരു കാറ്റഗറി കേട്ട് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് കാര്യങ്ങൾ വരുന്നതല്ല. മലനാട്, ഇടനാട്, തീരപ്രദേശം എന്ന രീതിയിൽ ഈ ഒരു കാര്യങ്ങൾ, ഈ ഒരു മൂന്ന് വിഭാഗം ഉണ്ടല്ലോ, ആ ഒരു മൂന്ന് വിഭാഗങ്ങൾ ഫോക്കസ് ചെയ്തിട്ടാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മലനാടുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെ, അവിടെ കൃഷി ചെയ്യുന്ന പ്രധാനപ്പെട്ട കൃഷി ഇനങ്ങൾ ഏതൊക്കെയാണ്, അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട ബേസിക് ഫാക്ട്സ്. സെയിം കാര്യം തന്നെ ഇടനാടിലേക്ക് വരുന്ന സമയത്ത് ഇടനാടുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട സവിശേഷതകൾ എന്തൊക്കെയാണ്, അവിടെ കൃഷി ചെയ്യുന്ന കൃഷി വിഭാഗങ്ങൾ എന്തൊക്കെയാണ്. സെയിം കാര്യം തന്നെ തീരപ്രദേശം അല്ലെ. അതുപോലെ തന്നെ ഇത് മൂന്നും എങ്ങനെ വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു, അതൊക്കെ പരീക്ഷയിൽ ചോദിക്കാറുണ്ട്. എത്ര ഉയരം വരെയുള്ള ആ ഒരു പ്രദേശങ്ങളെയാണ് നമ്മൾ മലനാടെന്ന് വിളിക്കുന്നത്, ആ രീതിയിലൊക്കെ ചോദ്യങ്ങൾ കണ്ടിട്ടുണ്ടല്ലേ. സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യം നമുക്കൊരു ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിൽ കേരളത്തെ പറ്റി ജസ്റ്റ് ഒരു അറിവ് നമുക്ക് നേടണമല്ലേ. കേരളത്തിനെ പറ്റിയിട്ട് ആ ഒരു മൊത്തത്തിലുള്ള വിസ്തീർണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ വരാറുണ്ട്. ആ ഒരു കാര്യങ്ങൾ നമുക്ക് ആദ്യം മനസ്സിലാക്കണം. എന്നിട്ട് ഈ ഒരു മലനാട്, ഇടനാട്, തീരപ്രദേശം ആ ഒരു കാര്യത്തിലേക്ക് പോവാം. ഞാൻ കൂടുതൽ ഇൻട്രൊഡക്ഷൻ നിങ്ങൾക്ക് തരുന്നില്ല. ഓൾറെഡി നിങ്ങൾക്ക് അറിയുന്ന കുറച്ച് കാര്യങ്ങൾ തന്നെയായിരിക്കും, നിങ്ങൾ പലപ്പോഴായിട്ട് കേട്ടിട്ടുണ്ട്. നമുക്ക് ഡയറക്റ്റ് നമ്മുടെ സിലബസ് ടോപ്പിക്കിലേക്ക് പോവാം. കേരളത്തിൻ്റെ ഫിസിയോഗ്രഫി എന്ന് പറയുന്ന കാര്യമാണ് നമുക്ക് ആദ്യം പഠിക്കാനുള്ളത്. ഓക്കെ, കിഴക്ക് പശ്ചിമഘട്ടം. പശ്ചിമഘട്ടത്തിന് ഇംഗ്ലീഷ് എന്താണ്? ഇംഗ്ലീഷിൽ കൊടുത്ത കാര്യം അങ്ങോട്ടേക്കുണ്ട്. വെസ്റ്റേൺ ഘട്ട് എന്ന് നമ്മൾ പറയല്ലേ. വെസ്റ്റേൺ ഘട്ട്, പശ്ചിമഘട്ടം എന്ന് പറയുമ്പോൾ വെസ്റ്റേൺ ഘട്ട്. കിഴക്ക് പശ്ചിമഘട്ടത്തിൽ തുടങ്ങിയിട്ട് പടിഞ്ഞാറ് അറബിക്കടൽ വരെയുള്ള വ്യാപിച്ചു കിടക്കുന്നതാണ് കേരളത്തിൻ്റെ ഭൂമിശാസ്ത്രം. എങ്ങനെയാണ് കേരളം നിങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും അല്ലേ. കിഴക്ക് ഭാഗത്തായിട്ട് വെസ്റ്റേൺ ഘട്ട് തൊട്ടിട്ട് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് അറബിക്കടൽ വരെ അല്ലേ. നമുക്ക് ഇന്ത്യയുടെ മാപ്പ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും കേരളത്തിൻ്റെ ഏറ്റവും താഴെയായിട്ടാണ് നമ്മുടെ കേരളം വരുന്നതല്ല. കേരളം താഴെയായിട്ട് സൗത്തിലായിട്ടാണ് നമ്മൾ വരുന്നത്. കേരളം സൗത്ത് ഭാഗത്തായിട്ടാണ് കേരളം വരുന്നത് എന്ന രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. നമ്മുടെ നെയ്ബറിങ് സംസ്ഥാനങ്ങളുടെ ആ ഒരു സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്നൊക്കെ നമുക്ക് പഠിക്കണം. ഈ ഒരു വ്യാപിച്ചു കിടക്കുന്ന പ്രദേശം പഠിച്ചു വെക്കണം. കിഴക്ക് ഭാഗത്തായിട്ട് നമുക്ക് എന്താണ്, പശ്ചിമഘട്ടത്തിൽ തുടങ്ങിയിട്ട് പടിഞ്ഞാറ് ഭാഗത്ത് അറബിക്കടൽ വരെ വ്യാപിച്ചു കിടക്കുന്നതാണല്ലേ. കിഴക്കെന്ന് പറയുമ്പോൾ എന്താണ്, ഈസ്റ്റ് ആണല്ലേ. പടിഞ്ഞാറ് എന്ന് പറയുമ്പോൾ വെസ്റ്റ് ആണ്. ഈസ്റ്റ് പശ്ചിമഘട്ടം, വെസ്റ്റേൺ ഘട്ട് തുടങ്ങിയിട്ട്, അതായത് വെസ്റ്റേൺ ഘട്ട് തുടങ്ങിയിട്ട് പടിഞ്ഞാറ് വെസ്റ്റ് ഭാഗത്ത് അറബിക്കടൽ. വെസ്റ്റേൺ ഘട്ട് എന്ന് പറയുമ്പോൾ വെസ്റ്റ് എന്ന രീതിയിൽ ആ രീതിയിൽ പോവരുത്. നമ്മുടെ ഇന്ത്യയിൽ മൊത്തത്തിൽ വരുന്ന സമയത്ത് ആ ഒരു ഭൂമിശാസ്ത്രം അനുസരിച്ചിട്ടാണ് കേരളത്തിൻ്റെ കിഴക്ക് എന്ത് വരുന്നത്, പശ്ചിമഘട്ടം, വെസ്റ്റേൺ ഘട്ടം എന്നല്ലേ. അല്ലാതെ വെസ്റ്റേൺ ഘട്ടം എന്ന് പറഞ്ഞിട്ട് എന്താണ് ഈസ്റ്റിൽ വരുന്നത് എന്ന രീതിയിൽ ചിന്തിക്കരുത്. കൺഫ്യൂഷൻ ആവരുത് ആ ഒരു കാര്യം. കേരളം വ്യാപിച്ചു കിടക്കുന്നതാണ്. ഇന്ത്യയുടെ മാപ്പ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കേരളം എങ്ങനെ വ്യാപിച്ചു കിടക്കുന്നു എന്ന് പറയാൻ പറ്റും. ഈസ്റ്റ് ഭാഗത്ത് അല്ലേ, കേരളത്തിൻ്റെ ഈസ്റ്റ് ഭാഗത്ത് ഇതേ ഇങ്ങനെ കേരളം ഉണ്ടെങ്കിൽ, ഞാൻ വരയ്ക്കുന്ന മാപ്പ് ശരിയാണോ എന്നറിയില്ല, ഇങ്ങനെ കേരളം ഉണ്ടെങ്കിൽ നമുക്കിത് ഇവിടെ ഈസ്റ്റ് ഭാഗത്തായിട്ട് നമുക്ക് എന്താണ്, ഈസ്റ്റ് ഭാഗത്താണ് നമുക്ക് പശ്ചിമഘട്ടം ഇങ്ങനെ വ്യാപിച്ച് കിടക്കാൻ പറ്റും. പിന്നെ ഇവിടെ എന്താണ്, ഇവിടെ കടലാണല്ലേ, മുഴുവനായിട്ട് ഇവിടെ കടലാണ്. ഏത് കടലാണ്? അറബിക്കടലാണ്. ചോദിക്കാറുണ്ട് കേരളത്തിന് അടുത്ത് വരുന്ന അല്ലെങ്കിൽ കേരളത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന കടൽ ഏതാണ്? അറബിക്കടലാണല്ലേ. കേരളത്തിന്റെ കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ആ ഒരു മലനിരകൾ ഏതാണ്? വെസ്റ്റേൺ ഘട്ട്. അതൊക്കെ ആ രീതിയിലൊക്കെ പരീക്ഷകളിൽ പഠിച്ചു വെക്കണം. സോ കേരളത്തിന് ഭൂമിശാസ്ത്രം മനസ്സിലാലോ. ഇത് ഞാൻ വീണ്ടും സ്ട്രെസ് ചെയ്ത് പറയാനുള്ള കാരണം പ്രീവിയസിൽ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് കിഴക്ക് പശ്ചിമഘട്ടത്തിൽ തുടങ്ങിയിട്ട് പടിഞ്ഞാറ് അറബിക്കടൽ വരെ വ്യാപിച്ചു കിടക്കുന്നതാണ് നമ്മുടെ കേരളത്തിൻ്റെ ഭൂമിശാസ്ത്രം അല്ലേ. കേരളത്തിൻ്റെ ഭൂമിശാസ്ത്രം എങ്ങനെയാണ്?
കിഴക്ക് പശ്ചിമഘട്ടം വെസ്റ്റേൺ ഘട്ടിൽ തുടങ്ങിയിട്ട് പടിഞ്ഞാറ് അറബിക്കടൽ വരെ ഇങ്ങനെ വ്യാപിച്ചു കിടക്കുകയാണ്. അവിടെ അങ്ങനെ വ്യാപിച്ചൊരു കിടപ്പ് കിടക്കുകയാണ് നമ്മുടെ സ്വന്തം കൊച്ചു കേരളം. ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും ഏറെ വിഭിന്നമാണ് കേരളത്തിന്റെ ഭൂമിശാസ്ത്രം. തുടക്കത്തിൽ തന്നെ ഞാൻ പറഞ്ഞല്ലേ, മറ്റു സംസ്ഥാനങ്ങൾ നമ്മൾ എടുത്തു നോക്കുന്ന സമയത്ത് കേരളത്തിന് ഒരുപാട് പ്രത്യേകതകൾ കാര്യങ്ങൾ വരുന്നുണ്ട്. ആ ഒരു പ്രത്യേകതകൾ എന്തൊക്കെയെന്നാണ് നമുക്ക് പരീക്ഷകൾ ചോദിക്കാറുള്ളത്. കേരളത്തിന്റെ ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ആണ് പരീക്ഷകൾക്ക് സ്ഥിരമായിട്ട് ചോദ്യങ്ങൾ വരാറുള്ളത്. തെക്ക് മുതൽ വടക്ക് വരെ ഇടതടവില്ലാതെ വ്യാപിച്ചു കിടക്കുന്ന പശ്ചിമഘട്ട മലനിരകളാണ് കേരളത്തിന്റെ കാലാവസ്ഥയെ നിയന്ത്രിക്കുന്നത്. നമുക്ക് നമ്മുടെ ഇന്ത്യയുടെ കാലാവസ്ഥ എന്ന് പറയുമ്പോൾ ഹിമാലയൻ മലനിരകൾ എന്ന രീതിയിൽ പറയാൻ പറ്റും അല്ലെ. ഹിമാലയൻ മലനിരകൾ വളരെ ശക്തമേറിയ കാറ്റുകൾ നിന്നൊക്കെ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നു എന്ന രീതിയിൽ മൊത്തത്തിൽ ഇന്ത്യയുടെ കാര്യം നോക്കുന്ന സമയത്ത് ഇന്ത്യയുടെ ജോഗ്രഫി പഠിക്കുമ്പോൾ നിങ്ങൾ ആ ഒരു കാര്യം പഠിച്ചിട്ടുണ്ടാവും. ഇവിടെ നമ്മുടെ കേരളത്തിന്റെ കാലാവസ്ഥയെ നിയന്ത്രിക്കുന്ന മലനിരകൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട് ചോദ്യം, ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയാം? പശ്ചിമഘട്ടാണ് അല്ലെ. പശ്ചിമഘട്ടം എന്ന് പറയുമ്പോൾ എന്താണ്? വെസ്റ്റേൺ ഘട്ടാണ്. വെസ്റ്റേൺ ഘാട്ടാണ്. ഇനി പശ്ചിമഘട്ടം എന്ന് പറയുന്നത് പശ്ചിമ വെസ്റ്റേൺ കണക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പശ്ചിമ ബംഗാൾ അറിയാലോ. പശ്ചിമ ബംഗാൾ എന്താണ്? വെസ്റ്റ് ബംഗാളാണ്. രണ്ടും കമ്പയർ ചെയ്താൽ ചില ആളുകൾക്ക് ഉണ്ടാവും പശ്ചിമഘട്ടം എന്ന് പറയുമ്പോൾ പശ്ചിമ എന്താണ്, പശ്ചിമ വെസ്റ്റ് ആണോ ഈസ്റ്റ് ആണോ എന്ന രീതിയിൽ കൺഫ്യൂഷൻ ആവില്ല. ഈസ്റ്റേൺ ഘട്ടാണോ വെസ്റ്റേൺ ഘട്ടാണോ എന്ന രീതിയിൽ കൺഫ്യൂഷൻ ആവാനുള്ള സാധ്യതയുണ്ട്. സോ പശ്ചിമഘട്ടം എന്ന് പറയുന്നത് നിങ്ങളുടെ മനസ്സിൽ എന്ത് വരണം? പശ്ചിമ ബംഗാൾ നിങ്ങൾക്കറിയാം, നിങ്ങൾ കേട്ടിട്ടുണ്ട് പശ്ചിമ ബംഗാൾ. അതിന് ഇംഗ്ലീഷ് എന്താണ്? വെസ്റ്റ് ബംഗാൾ അല്ലേ. സോ പശ്ചിമഘട്ടത്തിന് ഇംഗ്ലീഷ് എന്തായിരിക്കും? വെസ്റ്റേൺ ഘട്ടായിരിക്കും. വെസ്റ്റ് ഘട്ടം എന്ന് പഠിച്ചാൽ മതി, വെസ്റ്റേൺ ഘട്ടായിരിക്കും അല്ലെ. തെക്ക് മുതൽ വടക്ക് വരെ, അതായത് സൗത്ത് ടു നോർത്ത് ഇടതടവില്ലാതെ, അവിടെ ബ്രേക്ക് ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ടിന്യൂസ് ആയിട്ട് വ്യാപിച്ച് കിടക്കാണ്. ചെറിയൊരു ഭാഗത്തൊരു കേരളത്തിൽ വരുന്ന സമയത്ത് അവിടെ ഒരു ബ്രേക്ക് വരുന്നുണ്ട്, അത് നമുക്ക് നോക്കാം. തെക്ക് മുതൽ വടക്ക് വരെ ഇടതടവില്ലാതെ വ്യാപിച്ചു കിടക്കുന്ന പശ്ചിമഘട്ട മലനിരകളാണ് കേരളത്തിന്റെ കാലാവസ്ഥ നിയന്ത്രിക്കുന്നത്. പരീക്ഷയ്ക്ക് ചോദ്യം വരും, കേരളത്തിന്റെ കാലാവസ്ഥ നിയന്ത്രിക്കുന്ന മലനിരകൾ ഏതാണ്? വെസ്റ്റേൺ ഗാർഡ്സ് ആണല്ലോ ഓപ്ഷൻ ഉണ്ടാവും. വെസ്റ്റേൺ ഗാർഡ്സ്, ഈസ്റ്റേൺ ഗാർഡ്സ്, ഹിമാലയ, ഓൾ ഓഫ് ദി എബവ് എന്ന രീതിയിലൊക്കെ ഓപ്ഷൻ ഉണ്ടാവും അല്ലേ. സോ കേരളത്തിന് മെയിനായിട്ട് കേരളത്തിനെ ഫോക്കസ് ചെയ്തിട്ട് നമ്മൾ പറയുമ്പോൾ എന്താണ്? അവിടെ നമ്മുടെ കേരളത്തിൽ വളരെ ശക്തമായുള്ള കാറ്റുകളൊന്നും വരാതെ അല്ലെങ്കിൽ മൺസൂണൊക്കെ കൺട്രോൾ ചെയ്തുകൊണ്ട് അവിടെ വ്യാപിച്ച് കിടക്കുന്നതാണ് വെസ്റ്റേൺ ഗാർഡ്. ആ രീതിയിൽ അത്രത്തോളം ഹൈറ്റുള്ള മലനിരകളല്ലേ വെസ്റ്റേൺ ഘട്ട്. പ്രകൃതി നിർമ്മിതമായിട്ടുള്ള ഒരു മതിൽ പോലെയാണ് ഈ ഒരു മലനിരകൾ. നമ്മുടെ വെസ്റ്റേൺ ഘട്ട് എന്ന് പറയുമ്പോൾ പ്രകൃതി നിർമ്മിച്ചിട്ടുള്ള ഒരു മതിൽ പോലെയാണ്. നമ്മൾ സാധാരണ മതിൽ എന്തിനാണ് നിർമ്മിക്കുന്നത്? മതിൽ മറ്റാക്രമണങ്ങളൊക്കെ നമുക്ക് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണല്ലേ, അല്ലെങ്കിൽ മറ്റാളുകൾ നമ്മുടെ സ്ഥലത്ത് കടന്നുകൂടാതിരിക്കാൻ വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ ആ രീതിയിൽ നമ്മൾ ആ ഒരു സ്ഥലത്തെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പലപ്പോഴും പല രീതിയിൽ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മതിലുകൾ കെട്ടുന്നല്ല. ആളുകൾ കടന്നു വരാതിരിക്കാൻ വേണ്ടിയിട്ട്, അനധികൃതമായിട്ട് ആളുകൾ കയറാതിരിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ അനധികൃതമായിട്ട് എന്താണ് നമ്മുടെ കാലാവസ്ഥയിൽ നമ്മൾ വിചാരിക്കാത്ത രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി സഹായിക്കുന്നതാരാണ്? വെസ്റ്റേൺ ഘട്ടാണല്ലേ. പ്രകൃതി നിർമ്മിതമായിട്ടുള്ളൊരു മതിൽ പോലെയാണ് ഈ ഒരു വെസ്റ്റേൺ ഘട്ട് മലനിരകൾ. ഇതൊക്കെ പ്രീവിയസ് ഒരു ചോദ്യമാണ്. പാലക്കാട് ജില്ലയിലെ വാളയാറിൽ മാത്രമാണ് പശ്ചിമഘട്ടം മുറിക്കപ്പെടുന്നത്. ഞാൻ ഓൾറെഡി തുടക്കത്തിൽ പറഞ്ഞു, തെക്ക് മുതൽ വടക്ക് വരെ ഇടതടവില്ലാതെ വ്യാപിച്ചു കിടക്കുന്നു എന്ന് പറഞ്ഞു അല്ലേ. ബട്ട് അവിടെ ചെറിയൊരു കാര്യം വരുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പാലക്കാട് ജില്ലയിലെ വാളയാറിൽ പശ്ചിമഘട്ടത്തിന് ചെറിയ രീതിയിലൊരു ബ്രേക്ക് വരുന്നുണ്ട്. അല്ലാതെ നമ്മൾ നോക്കുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നത് തന്നെയാണ് വെസ്റ്റേൺ ഘട്ട് കേരളത്തിൽ മുഴുവനായിട്ടും. ബട്ട് അവിടെ ജസ്റ്റ് ഒരു എക്സെപ്ഷൻ വരുന്നുണ്ട്. പാലക്കാട് ജില്ലയിലെ വാളയാർ പരമശിവം ഒക്കെ നിങ്ങൾക്ക് അറിയാലോ. ആ രീതിയിൽ വാളയാർ പരമശിവം അവിടെ ഉള്ളത് കൊണ്ട് അവിടെ എന്താണ് ചെറിയൊരു ബ്രേക്ക് വന്നിട്ടുണ്ടെന്ന രീതിയിലൊന്ന് ഓർത്തു വെച്ചാൽ മതി. ജസ്റ്റ് ആ ഒരു ഫാക്ട് അറിഞ്ഞു വെച്ചാൽ മതി. വാളയാർ ചുരം എന്ന ഈ ചുരമുള്ളതിനാലാണ് പാലക്കാട് ജില്ലയിൽ മാത്രം മറ്റു ജില്ലകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വരണ്ട കാലാവസ്ഥയാണ്. ഓക്കെ, പാലക്കാട് നമുക്കറിയാം കുറച്ച് ചൂടൊക്കെ കൂടിക്കഴിഞ്ഞാൽ, നമ്മുടെ കേരളത്തിൽ ചൂട് കൂടിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ചൂട് വരുന്നത് പാലക്കാടായിരിക്കും അല്ലേ. സോ അതിന് കാരണം എന്താണ്? പാലക്കാട് ജില്ലയിലുള്ള വാളയാർ ചുരമാണ് ഈ പറഞ്ഞ പ്രത്യേകതകൾക്ക് കാരണം. ഓക്കെ, പാലക്കാട് ചൂട് കൂടുതലാണെന്ന് ഒരാൾ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇനി എന്ത് പറയണം? നിങ്ങൾ പറയണം അവിടെ വാളയാർ ചുരം ഉള്ളത് കൊണ്ടാണ് സുഹൃത്തെ അവിടെ ചൂട് കൂടുന്നത് എന്ന രീതിയിൽ പറയണം അല്ലേ. സോ അതുകൊണ്ട് തന്നെ വരണ്ട കാലാവസ്ഥയാണ്. വരണ്ട എന്ന് പറയുമ്പോൾ എന്താണ്? മഴ ലഭിക്കാത്തൊരവസ്ഥയാണല്ലേ വാളയാർ ചുരം എന്ന ഈ ചുരമുള്ളതിനാൽ പാലക്കാട് ജില്ലയിൽ മാത്രം മറ്റു ജില്ലകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വരണ്ട കാലാവസ്ഥയാണ്. മറ്റു ജില്ലകളിൽ നല്ല രീതിയിൽ മഴ ലഭിക്കുന്ന സമയത്ത് എന്താണ്? പാലക്കാട് അപ്പോൾ മരുഭൂമി പോലെ ആയിരിക്കും അല്ലെ. മരുഭൂമി എന്ന് പറയുമ്പോൾ ആ രീതിയിൽ ചിന്തിക്കരുത്. നമ്മുടെ കേരളത്തിലെ മറ്റ് ജില്ലകളെ കമ്പയർ ചെയ്തിട്ടാണ്. സാധാരണ നമുക്ക് കിട്ടുന്നതിൻ്റെ പകുതി പോലും കിട്ടുന്നില്ല എന്ന രീതിയിലാണ് ഉദ്ദേശിച്ചത്. അല്ലാതെ നമ്മുടെ മരുഭൂമി പോലെ ഒരു തുള്ളി വെള്ളം കിട്ടാത്ത ജില്ലയാണ് പാലക്കാട് എന്നൊന്നും ചിന്തിക്കാണ്ട്. പാലക്കാട് മഴയും കാര്യങ്ങളൊക്കെയാണ്, കൃഷിയൊക്കെ നന്നായിട്ട് പോകുന്ന ജില്ലയാണ്. ബട്ട് കമ്പയർ ടു അതർ ഡിസ്ട്രിക്റ്റ് പാലക്കാട് എന്താണ്? വരണ്ട കാലാവസ്ഥയാണ്. അതിന് കാരണം എന്താണ്? വാളയാർ ചുരം അവിടെ ഉള്ളത് കൊണ്ടാണ് അല്ലേ. സോ ആ ഒരു കാര്യം പഠിച്ചല്ലോ. കിഴക്ക് പശ്ചിമഘട്ടത്തിൽ തുടങ്ങിയിട്ട് പടിഞ്ഞാറ് അറബിക്കടൽ വരെ വ്യാപിച്ച് കിടക്കുന്നതാണ് നമ്മുടെ കേരളത്തിന്റെ ഭൂമിശാസ്ത്രം.
ഇന്ത്യയിൽ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും ഏറെ ഭിന്നമാണ് കേരളത്തിന്റെ ഭൂമിശാസ്ത്രം. തെക്ക് മുതൽ വടക്ക് വരെ ഇടതടവില്ലാതെ വ്യാപിച്ചു കിടക്കുന്ന പശ്ചിമഘട്ട മലനിരകളാണ് കേരളത്തിന്റെ കാലാവസ്ഥ നിയന്ത്രിക്കുന്നത്. ബട്ട് അവിടെ എന്താ ഒരു എക്സെപ്ഷൻ അല്ലേ? പാലക്കാട് ജില്ലയിലെ വാളയാറിൽ മാത്രമാണ് പശ്ചിമഘട്ടം മുറിക്കപ്പെടുന്നത്. അതുപോലെ പ്രകൃതി നിർമ്മിതമായുള്ള ഒരു മതിൽ പോലെയാണ് ഈ ഒരു നമ്മുടെ വെസ്റ്റേൺ ഘട്ട് വരുന്നത്. വാളയാർ ചുരമുള്ളത് കൊണ്ടാണ് അവിടെ എന്താണ് ഒരു വരണ്ട കാലാവസ്ഥ അനുഭവപ്പെടുന്നത്. ഇനി കേരളത്തിന്റെ തീരപ്രദേശം നോക്കുകയാണെങ്കിൽ, തീരപ്രദേശം ലാസ്റ്റ് നമുക്ക് പറയാനുണ്ട്, ആ ഒരു തീരപ്രദേശം നമ്മൾ നോക്കുകയാണെങ്കിൽ 580 കിലോമീറ്റർ ആണ്. പരീക്ഷയ്ക്ക് തന്നപ്പോൾ ഓപ്ഷനിൽ 580 ആയിരുന്നു എന്ന രീതിയിലാണ് ഉണ്ടായിരുന്നത്. ഇവിടെ നമ്മുടെ കേരള ഗവൺമെന്റ് ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നോക്കുമ്പോൾ 589.5 കിലോമീറ്റർ എന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി പരീക്ഷയ്ക്ക് വരുമ്പോൾ ആ ഒരു വിസ്തീർണം ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഓപ്ഷനിൽ സപ്പോസ് 580 ഇല്ല, 589.5 ആണെങ്കിൽ നിങ്ങൾ അത് ഉത്തരം എഴുതിക്കോളൂ. അത് നമ്മുടെ ഗവൺമെന്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കൊടുത്ത കാര്യമാണ്. ബട്ട് ഇതുവരെ ചോദിച്ചപ്പോൾ 580 തന്നെയാണ് ഓപ്ഷൻ ഉണ്ടായിരുന്നത് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. എന്തെങ്കിലും ഞാൻ പറഞ്ഞ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കറക്റ്റ് ചെയ്താൽ മതി. ഓക്കെ, 580 കിലോമീറ്റർ ആണ് കേരളത്തിന്റെ തീരപ്രദേശം. ആ ഒരു തീരദേശം നമുക്ക് പറയാനുണ്ട്. കേരളത്തെ 3ആയിട്ട് വിഭജിക്കും എന്നാണ് കേരളത്തിന്റെ തീരദേശം പറയാനുണ്ട് അല്ലെ. കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട്, വയനാട് എന്നീ ജില്ലകളൊക്കെ ബാക്കി ജില്ലകളെല്ലാം അറബിക്കടൽ സ്പർശിക്കുന്നുണ്ട്. നമ്മൾ പറഞ്ഞു അറബിക്കടലും എന്താണ് ഒരു പുറത്ത് അറബിക്കടലും മറുപുറത്ത് നമ്മുടെ വെസ്റ്റേൺ ഘട്ടുമാണ്. റോക്കി ബായ് കാത്തിരുന്നത് പോലെ ഒരു പുറത്ത് മുംബൈയും മറ്റു പുറത്ത് അറബിക്കടലും. അതുപോലെ കേരളം എന്താണ് റോക്കി ബായ് ആയിട്ട് കേരളത്തെ നമ്മൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പുറത്ത് അറബിക്കടലും മറ്റൊരു പുറത്ത് എന്താണ് വെസ്റ്റേൺ ഘട്ടുമാണല്ലേ. ആ രീതിയിൽ ഓർത്തു വെച്ചാൽ മതി. അറബിക്കടൽ നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ അറബിക്കടൽ നമ്മുടെ കേരളത്തിന്റെ മെജോറിറ്റി ഭാഗത്തും അറബിക്കടൽ വരുന്നുണ്ടല്ലേ. സോ എക്സെപ്റ്റ് ചില ഡിസ്ട്രിക്റ്റിന്റെ ഏതൊക്കെയാണ്? കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട്, വയനാട്. ഈ ഒരു 5 ജില്ലകൾ കണ്ടോ? കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട്, വയനാട്. ഈ 5 ജില്ലകളൊഴികെ ബാക്കി എല്ലാ ജില്ലകളിലും എന്താണ് അറബിക്കടൽ സ്പർശിക്കുന്നുണ്ട്. പരീക്ഷയ്ക്ക് ഇങ്ങനെ ചോദ്യം വരാം, താഴെ പറയുന്ന ഏതൊക്കെ ജില്ലകളിലാണ് അറബിക്കടൽ സ്പർശിക്കാത്തത്? ഓപ്ഷൻ എ കോട്ടയം, ഓപ്ഷൻ ബി ഇടുക്കി, ഓപ്ഷൻ സി കണ്ണൂർ, ഓപ്ഷൻ ഡി ANB. ഉത്തരം എന്താണ്? ANB ആണല്ലേ. കോട്ടയം, ഇടുക്കിയാണ് അറബിക്കടൽ സ്പർശിക്കാത്തത്. ബാക്കി എന്താണ്? ബാക്കി 9 ജില്ലകൾ. ടോട്ടൽ എത്ര ജില്ലകളുണ്ട് നമുക്ക് അടുത്തത് പറയാം. 14 ജില്ലകളുണ്ടല്ലേ. അതിൽ 9 ജില്ലകൾ എന്താണ് സി ടച്ച് ചെയ്യുന്നുണ്ട് അല്ലേ. ബാക്കി 5 ജില്ലകൾ എന്താ സി ടച്ച് ചെയ്യാത്തതാണ്, നോൺ ടച്ചിങ് ആയിട്ട് വരുന്നതാണ്. ഏതൊക്കെയാണ് 5 ജില്ലകൾ എന്ന് കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. പരീക്ഷയ്ക്ക് ചോദ്യങ്ങളായിട്ട് വരും. കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട്, വയനാട്. ഓക്കെ, ക്ലിയർ ആണല്ലോ ആ ഒരു കാര്യം. ഇനി കേരളത്തിൽ നമ്മൾ ഇത്ര നേരം പറഞ്ഞു അല്ലേ, അറബിക്കടൽ, അതുപോലെ തന്നെ നമ്മുടെ വെസ്റ്റേൺ ഘട്ട്, അതിനിടയിലായിട്ട് വരുന്ന കൊച്ചി സംസ്ഥാനം എന്നൊക്കെ നമ്മൾ പറഞ്ഞു. സോ ഈ ഒരു സംസ്ഥാനത്തെ കേരളം എന്ന് പറയുന്ന ഈ ഒരു സംസ്ഥാനത്തെ നമ്മൾ എന്താണ് നമുക്ക് 3ആയിട്ട് തരംതിരിക്കാൻ പറ്റും അല്ലേ. ഞാൻ ഈ വരക്കുന്നത് കേരളത്തിന്റെ ഫിഗർ തന്നെ ആകുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഓക്കെ, കേരളത്തെ നമുക്ക് എന്താണ് 3ആയിട്ട് അതിന്റെ ഭൂപ്രകൃതി അനുസരിച്ചിട്ട് 3ആയിട്ട് നമുക്ക് തരംതിരിക്കാൻ പറ്റും അല്ലേ. ആദ്യം വരുന്ന ഭാഗം എന്താണ് തീരദേശം എന്ന രീതിയിൽ നമുക്ക് വിളിക്കാൻ പറ്റും. ഓക്കെ, ഇതിനെ നമ്മൾ 3ആയിട്ട് തരംതിരിച്ചു കഴിഞ്ഞാൽ എന്താണ് തീരദേശം അല്ലേ. ഇതെന്താണ് നമ്മുടെ തീരദേശമാണെന്ന് വിചാരിക്കണം. തീരദേശം എന്ന് പറയാനുള്ള കാരണം എന്താണ്? ഇവിടെ നമ്മുടെ വരുന്നത് അറേബ്യൻ സീ ആണ് ഇവിടെ വരുന്നത്. നെക്സ്റ്റ് എന്താണ്? ഇടനാടല്ലേ. ഇടനാടെന്ന് നമ്മൾ പറയും. നെക്സ്റ്റ് വരുന്നത് ഇടനാടാണ്. കാരണം എന്താണ്? ഇവിടെ എന്താണ് 3 വരുന്നു എന്ന് പറഞ്ഞാൽ 2 ഇടയിലാണ്. അതുകൊണ്ട് ഇടനാടെന്ന് പഠിച്ചാൽ മതി. നെക്സ്റ്റ് എന്താണ്? മലനാടാണല്ലേ. മലനാട്. ഇവിടെ എന്താണ്? ഫുള്ള് മലകളായിരിക്കും, ഹില്ലി ഏരിയാസ് ആയിരിക്കും. സോ ആ രീതിയിൽ കേരളത്തെ നമ്മൾ 3ആയിട്ട് തരംതിരിച്ചു. അങ്ങനെയൊക്കെയാണ് കേരളത്തിന്റെ ഭൂപ്രകൃതി അനുസരിച്ച് കേരളത്തെ 3ആയിട്ട് തരംതിരിച്ചു. മലനാട്, ഇടനാട്, തീരദേശം എന്ന് പറയുമ്പോൾ എന്താണ്? അവിടെ തീരപ്രദേശം ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ അറബിക്കടലിനെ ടച്ച് ചെയ്തിട്ട് വരുന്ന പ്രദേശങ്ങളാണ് തീരദേശം. മലനാട് എന്താണ്? അവിടെ മലകളും കുന്നുകളൊക്കെയുള്ള പ്രദേശങ്ങളാണ്, ഉയരം കൂടിയ സ്ഥലങ്ങളാണ് മലനാട് അല്ലേ. ഇനി ഇടനാട് എന്താണ്? മലനാടിനും തീരദേശത്തിനും ഇടയിൽ വരുന്ന നാടുകളാണ് ഇടനാടുകൾ. ഇതിന് ഓരോന്നിനും നമുക്ക് എടുത്തിട്ട് അവിടെയൊക്കെ കൃഷി ഏതൊക്കെ രീതിയിൽ പോകുന്നു, അവിടെ പ്രധാനമായിട്ട് വിളവെടുക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ആ ഒരു കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതിനു മുൻപ് ബേസിക് ആയുള്ള കുറച്ച് കാര്യങ്ങൾ കൂടെ കേരളത്തിനെ പറ്റിയിട്ട് പഠിക്കാനുണ്ട്. കേരളത്തിന്റെ ടോട്ടൽ ഏരിയ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു 38,863 സ്ക്വയർ കിലോമീറ്റർ ആണ്. ഓക്കെ, അല്ലെങ്കിൽ കിലോമീറ്റർ സ്ക്വയർ എന്ന് നമുക്ക് പറയുന്നുണ്ട്. സ്ക്വയർ കിലോമീറ്റർ ആണ് എന്ത് നമ്മുടെ കേരളത്തിന്റെ ടോട്ടൽ ജിയോഗ്രഫിക്കൽ ഏരിയ അല്ലെ. 38,863. കൃത്യമായിട്ട് ഈ ഒരു നമ്പർ ചോദിച്ചു വെക്കണം. ഈ ഒരു നമ്പർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചിട്ട് 36,863, അതുപോലെ തന്നെ 33,868, അതുപോലെ 38,886, അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൺഫ്യൂഷൻ ആവും അല്ലേ. സോ 38,863 എന്ന രീതിയിൽ നമ്മൾ പഠിച്ചു വെക്കണം. വേണമെങ്കിൽ നിങ്ങൾ സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും 3 രീതിയിൽ അവിടെ പഠിച്ചു വെക്കണം. ഓക്കെ, സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും 3 രീതിയിലും പിന്നീട് ഒരു 886 മാത്രം അവിടെ പഠിച്ചു വെച്ചാൽ മതി. എന്താണ് 802 ഒരേ നമ്പറാണല്ലോ, 886 അത് മാത്രം നിങ്ങൾ 886 മാത്രം നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. എങ്ങനെ പഠിച്ചു വെക്കണം?
രണ്ടറ്റത്ത് 3 ഇടുക. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ മിക്കവാറും ഉത്തരം കിട്ടാനുള്ള സാധ്യതയുണ്ട്. കാരണം അങ്ങനെയുള്ള ഓപ്ഷൻസ് രണ്ടറ്റത്ത് 3 വന്നിട്ടുള്ള ഓപ്ഷൻസ് സാധ്യത കുറവായിരിക്കും. 36,820, 36,860 ആ രീതിയിലൊക്കെ ആയിരിക്കും ഓപ്ഷൻ ഉണ്ടാവുക. നിങ്ങൾ എങ്ങനെ പഠിച്ചു വെക്കണം? രണ്ടറ്റത്ത് 3 ഉണ്ട്. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് അറിയുന്ന കാര്യം എന്താണ്? നെക്സ്റ്റ് വരുന്നത് എന്താണ്? 2 8 വരുന്നുണ്ട്, ഒരു 6 വരുന്നുണ്ട്. ഓക്കെ, രണ്ടറ്റത്ത് 3 വരുന്നുണ്ട്, 2 8 വരുന്നുണ്ട്, ഒരു 6 വരുന്നുണ്ട്. അത് മാത്രം പഠിച്ചാൽ മതി. ഒന്നും പഠിച്ചില്ലെങ്കിൽ രണ്ടറ്റത്ത് 3 ഉണ്ടെന്ന കാര്യമെങ്കിൽ നിങ്ങൾ പഠിച്ചു വെക്കണം. അത് കഴിഞ്ഞാൽ രണ്ടറ്റത്ത് 3 ഇട്ട് കഴിഞ്ഞാൽ നടുവിൽ എന്താണ്? 2 8 ഇടുക. അതായത് ഇങ്ങനെ എഴുതുക. പരീക്ഷയ്ക്ക് ചോദ്യം വരുന്ന സമയത്ത് ഉത്തരം പെട്ടെന്ന് കൺഫ്യൂഷൻ ആണെങ്കിൽ എന്താണ്? രണ്ടറ്റത്തും 3 ഉണ്ടെന്ന് സാറ് പറഞ്ഞു തന്നിട്ടുണ്ട്. അത് ഞങ്ങൾക്ക് ഓർമ്മയുണ്ട്. എന്താണ്? അത് കഴിഞ്ഞ ഉടനെ 2 8 അവിടെ എഴുതിക്കോ. എന്താണ്? 2 3 വന്നു, 2 8 വന്നു അല്ലേ? ഇനി എന്താണ്? ഇനി ഒരു 6, 3 ഇരട്ടിയായുള്ള 6 അവിടെ ബാക്കി. എന്താണ് നമ്മൾ ഉത്തരമായല്ലേ? 38,863 ഒരു സ്ക്വയർ കിലോമീറ്റർ കൂടെ അവിടെ ഇട്ട് കഴിഞ്ഞാൽ കേരളത്തിന്റെ ജിയോഗ്രഫിക്കൽ ഏരിയ അല്ലേ, കേരളത്തിന്റെ ആ ഒരു വിസ്തീർണം എന്ന രീതിയിലുള്ള കാര്യം നമുക്കായിട്ടുണ്ട്. ഇനി കേരളത്തിന്റെ ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും ചോദിക്കാറുണ്ട്. ഇന്ത്യയുടെ പോലെ തന്നെ കേരളം എത്ര ലാറ്റിറ്റ്യൂഡ്, ആ ഒരു കേരളത്തിന്റെ അക്ഷാംശം രേഖാംശ പരീക്ഷയിൽ ചോദിക്കാറുണ്ട്. കേരള ഇസ് ലൊക്കേറ്റഡ് ബിറ്റ്വീൻ നോർത്ത് ലാറ്റിറ്റ്യൂഡ് ഓഫ് 8 degree 18 minutes ആൻഡ് 12 degree 48. അതായത് നമ്മുടെ കേരളത്തിന്റെ ലാറ്റിറ്റ്യൂഡ് ചോദിച്ചു കഴിഞ്ഞാൽ കേരളം വരുന്നത് നോർത്ത് ലാറ്റിറ്റ്യൂഡിലാണ്. അതായത് 8 degree 18 minute അതുപോലെ 12 degree 48 minute നോർത്ത് ലാറ്റിറ്റ്യൂഡ് ആണല്ലേ. കേരളത്തിന്റെ ലാറ്റിറ്റ്യൂഡ് എത്രയാണ്? 8 degree 18 minute, 18 മിനിറ്റ്. ചില ബുക്കുകളിൽ നിങ്ങൾക്ക് 17 മിനിറ്റ് എന്ന് കാണാൻ പറ്റും. ഇത് ഒഫീഷ്യൽ ആയുള്ള വെബ്സൈറ്റിൽ നിന്നാണ് ഞാൻ എടുത്തത്. മാറ്റങ്ങൾ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ബട്ട് നമ്മുടെ കേരള ഗവൺമെന്റ് വെബ്സൈറ്റിൽ നിന്നാണ് ഈ ഒരു ഡാറ്റ ഞാൻ കളക്ട് ചെയ്തത്. 8 degree 18 minutes, ചിലതിലൊക്കെ 17 മിനിറ്റ് എന്നൊക്കെ കാണുന്നുണ്ട്. 8 degree 18 minute, അതുപോലെ 12 degree 48 മിനിറ്റ് നോർത്ത് ലാറ്റിറ്റ്യൂഡ് ആണല്ലേ. ഇനി ലോഞ്ചിറ്റ്യൂഡ് വരുന്ന സമയത്ത് എന്താണ്? ലോഞ്ചിറ്റ്യൂഡ് വരുന്ന സമയത്ത് ലോഞ്ചിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ് ഈ രീതിയിൽ പറയുന്നതല്ല. ലോഞ്ചിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ്? ലോഞ്ചിറ്റ്യൂഡ് വരുന്നത് ഈസ്റ്റ് ലോഞ്ചിറ്റ്യൂഡാണ്. അതായത് 74 degree 52 minute ആൻഡ് 72 degree 22 minute ഈസ്റ്റ് ലോഞ്ചിറ്റ്യൂഡാണ്. ക്ലിയർ ആണല്ലോ? ഒന്നുകൂടെ ഞാൻ എഴുതി തരാം. ലാറ്റിറ്റ്യൂഡ് വരുന്നത് അല്ലേ, നമ്മുടെ ലാറ്റിറ്റ്യൂഡ് വരുന്ന സമയത്ത് എന്താണ്? ലാറ്റിറ്റ്യൂഡ് വരുമ്പോൾ നോർത്ത് ആണെന്ന് ഓർത്ത് വെക്കണം. 8 degree 18 minute 12 degree 48 minute നോർത്ത് ലാറ്റിറ്റ്യൂഡ്. ഇനി ലോഞ്ചിറ്റ്യൂഡോ? ലോഞ്ചിറ്റ്യൂഡ് വരുന്നത് 74 degree 52 minute 72 degree 22 minute ഈസ്റ്റ്. ഓക്കെ, നോർത്ത് ഈസ്റ്റ് ലാറ്റിറ്റ്യൂഡ് ലോഞ്ചിറ്റ്യൂഡ് ആണെന്ന രീതിയിലൊന്ന് ഓർത്തു വെച്ചാൽ മതി. പരീക്ഷയ്ക്ക് ആ രീതിയിൽ തന്നെ ചോദ്യങ്ങളായിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും പഠിച്ചുള്ള കേരളത്തിന്റെ. ഇനി നമ്മുടെ മൊത്തം ഇന്ത്യയുടെ അതായത് നമ്മുടെ മൊത്തം ഇന്ത്യ എടുത്ത് നോക്കുന്ന സമയത്ത് എന്താണ്? നല്ല മിസ്റ്റേക്ക് ഉണ്ടാവും. നമ്മുടെ ഇന്ത്യയുടെ മാപ്പാണ് ഉദ്ദേശിച്ചത്. മൊത്തം ഇന്ത്യ എടുത്ത് നോക്കുന്ന സമയത്ത് നമ്മുടെ കേരളം ഇവിടെയാണ് വരുന്നത് അല്ലേ. കേരളം ഇവിടെയാണ് വരുന്നത്. സോ കേരളം എന്ന് പറയുന്ന മൊത്തം ഇന്ത്യയുടെ ജോഗ്രഫിക് ഏരിയയിൽ നോക്കിക്കഴിഞ്ഞാൽ 1.18% കേരളമാണ് വരുന്നത് അല്ലേ. 100% ഭൂമികൾ ഇന്ത്യയുടെ 100% എടുത്തു കഴിഞ്ഞാൽ അതിൽ 1.18% ഒക്യുപ്പൈ ചെയ്യുന്നത് ആരാണ്? നമ്മുടെ സ്വന്തം കേരളമാണ് അല്ലേ. എൻകമ്പോസസ് 1.18% ഓഫ് ദ കൺട്രി. ഇന്ത്യയുടെ 1.18% സ്ഥലം ഒക്യുപ്പൈ ചെയ്യുന്നത് നമ്മുടെ സ്വന്തം കേരളമാണ്. Though it covers only 1.18% of the total area of India, it supports about 3.43% of the total population of the country. പോപ്പുലേഷനിൽ ആ ഒരു മാറ്റങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. പോപ്പുലേഷൻ നമുക്ക് അത്രത്തോളം ഡാറ്റ കറക്റ്റ് ആണെന്ന് പറഞ്ഞ് എടുക്കാൻ പറ്റില്ല. കാരണം പോപ്പുലേഷനൊക്കെ ഡെയിലി ദിനംപ്രതി കൂടുന്നതാണല്ലോ. ചില സംസ്ഥാനങ്ങൾ കൂടും, ചില സംസ്ഥാനങ്ങളിൽ കുറയും. ബട്ട് ഇവിടെ എന്താണ്? ആക്യുറേറ്റ് ആയിട്ടുള്ള ഡാറ്റ നമുക്ക് പറയാൻ പറ്റില്ലെങ്കിലും ഏതാണ്ട് ഒരു ഡാറ്റ നമുക്ക് ഇവിടെ പറയാൻ പറ്റുന്നത് എന്താണ്? കേരളത്തിൽ എന്താണ്? 3.43%. ടോട്ടൽ പോപ്പുലേഷന് 3.43% കേരളത്തിലാണല്ലേ. അതായത് ഇന്ത്യയിൽ 140 കോടി ജനങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ 3 അല്ലെങ്കിൽ 100 ഓക്കെ കേരളത്തിന് 100 കോടി 100 140 കോടിയോളം ജനങ്ങൾ ഇന്ത്യയിൽ വരുന്നുണ്ട്. 100 കോടി ജനങ്ങൾ ഇന്ത്യയിൽ ഉണ്ടെങ്കിൽ അതിലെത്രയാണ്? അതിൽ 3.43 കോടി ആളുകൾ എവിടെയാണ്? നമ്മുടെ സ്വന്തം കേരളത്തിലാണെന്നാണ് ഈ ഒരു കണക്കുകൾ പറയുന്നത്. ആ ഒരു ഡാറ്റ കൂടെ ഒന്ന് പഠിച്ചു വയ്ക്കണം. Kerala is located the southern part of India between Western Ghats in the east and the Arabian Sea in the west. Already പറഞ്ഞതാണ്, ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞ കാര്യം ആയതുകൊണ്ട് എടുത്തു പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, കേരള is located in the southern part of India between Western Ghats in the east. കൺഫ്യൂഷൻ ആവരുത്. വെസ്റ്റ് താഴെ പറഞ്ഞ ഏതാണ് ശരിയെന്ന് പറഞ്ഞിട്ട് കേരള is located എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് ഓപ്ഷൻ സദേൺ പാർട്ട് ഓഫ് ഇന്ത്യ കറക്റ്റ് ആണല്ലേ. വെസ്റ്റേൺ ഘാറ്റോ
ഈസ്റ്റിൽ വെസ്റ്റേൺ ഘാട്ട്, അതായത് വെസ്റ്റേൺ ഘാട്ട് ഇൻ ദ ഈസ്റ്റ് എന്ന് പറഞ്ഞിട്ട് തന്നു കഴിഞ്ഞാൽ വെസ്റ്റേൺ ഘാട്ട് വെസ്റ്റിലല്ല ഈസ്റ്റിലല്ലല്ലോ എന്ന രീതിയിൽ കൺഫ്യൂഷൻ ആവരുത്. നമ്മൾ ആ ഒരു കേരളത്തിന്റെ പൊസിഷൻ അനുസരിച്ചിട്ടാണ് പറയുന്നത്. വെസ്റ്റേൺ ഘാട്ട് എവിടെയാണ്, ഏത് ഭാഗത്തായിട്ടാണ് കേരളത്തിന്റെ വരുന്നത്? ഈസ്റ്റ് ഭാഗത്തായിട്ടാണല്ലേ. കേരളത്തിന്റെ വെസ്റ്റ് ഭാഗത്ത് എന്താണ്? അറേബ്യൻ സീ ആണല്ലോ. വെസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? വെസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ആ ഒരു ഗുജറാത്ത് സൈഡൊക്കെ ഓർത്ത് വെച്ചാൽ മതി. ഭൂമിയുടെ അല്ല, ഇന്ത്യയുടെ മാപ്പിന്റെ മൊത്തത്തിൽ മാറിപ്പോകുന്നുണ്ട്. ഇന്ത്യയുടെ മാപ്പിന്റെ വെസ്റ്റ് സൈഡ് ഗുജറാത്ത് അല്ലേ. സോ ആ ഒരു ഗുജറാത്ത് വരുന്ന സൈഡിൽ എന്താണ്? അറബിക്കടലാണ്. സോ നെക്സ്റ്റ് ഓപ്പോസിറ്റ് സൈഡ് എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ഈസ്റ്റ് ആണല്ലോ. ഈസ്റ്റിൽ എന്താണുള്ളത്? ഈസ്റ്റിലുള്ളത് നമ്മുടെ അറേബ്യൻ സീ അല്ല, ഈസ്റ്റിലുള്ളത് നമ്മുടെ വെസ്റ്റേൺ ഘട്ടാണല്ലേ. സോ മനസ്സിലായാലും എങ്ങനെയാണ് വെസ്റ്റേൺ ഘട്ട് ഈസ്റ്റിൽ വന്നത്? ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം, കൺഫ്യൂഷൻ ആവുന്നവരുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഇത് കേരളത്തിന്റെ മാപ്പ് തന്നെയാണോ എന്ന് എനിക്കറിയില്ല. അതായത് നമ്മൾ മാപ്പ് വെച്ച് നോക്കുന്ന സമയത്ത് എന്താണ്? മാപ്പ് വെച്ച് നോക്കും, ഇത് നോർത്ത്, ഇത് സൗത്ത്, ഇത് ഈസ്റ്റ്, ഇത് വെസ്റ്റ് അല്ലേ വരുന്നത്. അതായത് നമ്മുടെ കേരളത്തിന്റെ മാപ്പ് വെച്ച് ഇവിടെ നമുക്കറിയാം ഇവിടെ അറബിക്കടലാണല്ലേ, അറേബ്യൻ സീ ആണ് ഇവിടെ. കാരണം എന്താണ്? ഈ ഒരു ഭാഗത്ത് ഗുജറാത്തൊക്കെ വരുന്ന ഈ ഒരു ഭാഗത്തല്ല അറേബ്യൻ സീ ഉള്ളത്, ഇതാണല്ലേ. സോ ഇതെന്താണ്? ഇത് വെസ്റ്റ് ആണ്. സോ വെസ്റ്റ് ഭാഗത്ത് എന്താണ്? ഇവിടെ പറഞ്ഞതുപോലെ തന്നെ വെസ്റ്റ് സൈഡിൽ അറേബ്യൻ സീ അല്ലേ. ഇനി ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡ് ഏതാണ്? ഇത് മുകളിൽ വരുന്ന നോർത്ത്, ഇവിടെ വരുന്ന സൗത്ത്. ഇവിടെ എന്താണ്? ഈസ്റ്റ് ആണല്ലേ. ഇവിടെ എന്താണ്? മലനിരകളാണല്ലേ. മലനിരകൾ എന്ന് പറയുന്ന സമയത്ത് എന്താണ്? അവിടെ വരുന്ന നമ്മുടെ വെസ്റ്റേൺ ഗാർഡ്സ് ആണ് ഇവിടെ വരുന്നത്. നമ്മുടെ ഇങ്ങനെ മുകളിലേക്കായിട്ട് നമ്മുടെ വെസ്റ്റേൺ ഗാർഡ്. സോ ഈസ്റ്റിൽ എങ്ങനെ വെസ്റ്റേൺ ഗാർഡ് വന്നു എന്ന് മനസ്സിലായല്ലോ. ഇനി കേരളവുമായിട്ട് അതിർത്തി പങ്കിടുന്ന മറ്റ് സംസ്ഥാനങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. പ്രധാനമായിട്ട് 2 സംസ്ഥാനങ്ങളാണ് കേരളമായിട്ട് അതിർത്തി പങ്കിടുന്നത്. ഏതൊക്കെയാണത്? കർണാടകയും തമിഴ്നാടുമാണല്ലേ. നിങ്ങൾ മാപ്പ് നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ മാപ്പ് കൊടുത്തില്ല, കേരളത്തിന്റെ മാപ്പ് ഞാൻ കൊടുത്തിട്ടുള്ളൂ. കേരള ഇസ് ബോർഡഡ് ബൈ ദി സ്റ്റേറ്റ്സ് ഓഫ് കർണാടക. ഫോർമലി മുൻപ് അറിയപ്പെട്ടത് മൈസൂർ പ്രവിശ്യ എന്ന രീതിയിലാണ് അറിയപ്പെട്ടത്, അല്ല മൈസൂർ എന്നാണ് മുൻപ് അറിയപ്പെട്ടത്. നിലവിൽ എന്താണ്? കർണാടകയാണ്. കർണാടകയിലെ ഒരു സ്ഥലം മാത്രമാണ് നിലവിൽ മൈസൂർ എന്ന് പറയുന്നത്. ഓക്കെ, ടു ദ നോർത്ത് ആൻഡ് ദ തമിഴ്നാടു ടു ദ ഈസ്റ്റ്. അതായത് കേരളത്തിന് മുകളിലായിട്ട് കർണാടക വരുന്നുണ്ട്, കേരളത്തിന്റെ ഈസ്റ്റിലായിട്ട് കിഴക്ക് ഭാഗത്തായിട്ട് തമിഴ്നാടും വരുന്നുണ്ട് അല്ലേ. ആൻഡ് ബൈ ദ അറേബ്യൻ സീ ടു ദ സൗത്ത് ആൻഡ് വെസ്റ്റ്. നമ്മുടെ സൗത്തിലും വെസ്റ്റിലും എന്താണ്? അറേബ്യൻ സീ ആണ്. ഇറ്റ് സറൗണ്ട്സ് മാഹി, എ സെഗ്മെന്റ് ഓഫ് ദ സ്റ്റേറ്റ് ഓഫ് പുതുച്ചേരി ഓൺ ദ നോർത്ത് വെസ്റ്റേൺ കോസ്റ്റ്. അതായത് മാഹിയും നമ്മുടെ ഭാഗമാണ്. പുതുച്ചേരിയുടെ മാഹി നമ്മുടെ ഭാഗമാണ്. നമ്മുടെ കണ്ണൂരിലൊക്കെ എന്താണ്? മാഹി എന്ന് പറയുമ്പോൾ തൊട്ടടുത്താണ്. കണ്ണൂർ നിന്നൊക്കെ തൊട്ടടുത്തായിട്ടാണ് മാഹി വരുന്നത്. തലശ്ശേരി ആ ഒരു ഭാഗത്തു നിന്നൊക്കെ മാഹി തൊട്ടടുത്താണ്. ആ രീതിയിൽ മാഹിയും വരുന്നുണ്ട്. സോ നമ്മൾ പറഞ്ഞ എന്താണ്? കർണാടക അല്ല, കർണാടകയാണ് നമ്മുടെ കേരളത്തിന്റെ മാപ്പ്. നിങ്ങൾ കേരളത്തിന്റെ മാപ്പ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, അതായത് ജസ്റ്റ് ഞാനിവിടെ ഒന്നുകൂടെ വരച്ചു തരാം. കേരളത്തിന്റെ മാപ്പ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മുകളിൽ എന്താണ്? മുകളിൽ കർണാടക നമുക്ക് കാണാൻ പറ്റും അല്ലേ. അതായത് നോർത്തിൽ കർണാടക കാണാൻ പറ്റും. ഈസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് തമിഴ്നാട് കാണാൻ പറ്റും. ഇവിടെയാണെങ്കിലും വെസ്റ്റിലാണെങ്കിലും സൗത്തിലാണെങ്കിലും എന്താണ്? അറബിക്കടൽ ഇങ്ങനെ വ്യാപിച്ചു കിടക്കുകയാണല്ലേ. ഇവിടെ അറേബ്യൻ സീ ആണ്. സോ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് എന്താണ്? സൗത്തിൽ, അതായത് സൗത്ത് വെസ്റ്റ്, ഇവിടെ കണ്ണൂരിൻ്റെ ആ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് നമുക്ക് എന്താണ്? സൗത്ത് വെസ്റ്റായിട്ട് നമുക്ക് എന്ത് കാണാൻ പറ്റും? ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് എന്ത് കാണാൻ പറ്റും? മാഹി ആ ഒരു ഭാഗങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും അല്ലേ. ആ ഒരു രീതിയിലുള്ള കാര്യങ്ങൾ കൂടെ ഒന്ന് ഓർത്തു വയ്ക്കണം. നമ്മൾ സൗത്തിലേക്ക് വരുമ്പോൾ തിരുവനന്തപുരമൊക്കെയാണ്, ഞാൻ വരച്ചു തിരുവനന്തപുരത്തിൻ്റെ ഭാഗത്താണ്. സോ ആ രീതിയിൽ കേരളത്തിന്റെ ആ ഒരു സറൗണ്ട് ചെയ്യുന്ന സംസ്ഥാനങ്ങളും പ്രദേശങ്ങളും മനസ്സിലാലോ. ചോദ്യം വരും, കേരളത്തിന്റെ നോർത്തിൽ ഏത് സംസ്ഥാനമാണ് വരുന്നത് എന്ന രീതിയിൽ ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തിന്റെ നോർത്തിലായിട്ട് വരുന്നത് കർണാടകയാണ്. കേരളത്തിന്റെ ഈസ്റ്റിലായിട്ട് തമിഴ്നാടുമാണ്. കേരളത്തിന്റെ സൗത്തും വെസ്റ്റും വരുന്നത് എന്താണ്? അറേബ്യൻ സീ ആണ്. ഇനി കേരളത്തിന്റെ മാഹി അല്ലേ, നോർത്ത് വെസ്റ്റ് കോസ്റ്റിലായിട്ട് മാഹി വരുന്നത്. ഞാൻ സൗത്ത് വെസ്റ്റ് ആയിപ്പോയി ഞാൻ എടുക്കുന്നത്, വരച്ചപ്പോൾ നോർത്ത് വെസ്റ്റ് ആണ് വരേണ്ടത്. നോർത്ത് ഭാഗത്താണല്ലോ വരുന്നത്. ഇനി കേരളത്തിന്റെ ക്യാപിറ്റൽ എന്താണ്? തിരുവനന്തപുരം ആണല്ലേ. ഇപ്പൊ ട്രിവാൻഡ്രം എന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട്, ബട്ട് നമ്മൾ തിരുവനന്തപുരം എന്നാണ്, തിരുവനന്തപുരം എന്നാണ് രീതിയിലാണ് അതിന്റെ ആക്ച്വൽ പ്രൊനൗൺസിയേഷൻ വരുന്നത്. 14 ജില്ലകളുണ്ട് നമ്മുടെ സ്വന്തം കേരളത്തിൽ. ഇതേ ഇവിടെ ഫിഗർ കണ്ടോ? ആ ഒരു 14 ജില്ലകൾ ജസ്റ്റ് നിങ്ങൾ നോക്കി പോയി കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു ഫിഗർ വെച്ചിട്ട് പറഞ്ഞുതരാം. ഇവിടെ എന്താണ്? ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് എന്താണ്? അറേബ്യൻ സീ വരുന്നുണ്ട് അല്ലേ. അറേബ്യൻ സീ വരുന്നുണ്ട് ഈ ഒരു ഭാഗത്തായിട്ട്. ഇവിടെ എന്താണ്? ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് എന്താണ്? വെസ്റ്റേൺ ഗാർഡ്സ് നമുക്ക് വരുന്നുണ്ടല്ലോ. ആ ഒരു ഭാഗത്തായിട്ട് നമുക്ക് എന്താണ്? വെസ്റ്റേൺ ഗാർഡ്സ് ആ ഒരു ഭാഗത്തായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. വെസ്റ്റേൺ ഗാർഡ്സ് കൂടെ ഒന്ന് അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തു വെക്കണം. ഇനി എന്താണ്? ഈ ഒരു സൗത്തിലായി കഴിഞ്ഞാലും എന്താണ്? അറേബ്യൻ സീ തന്നെയാണ് ഈ ഒരു സൗത്തിലും വരുന്നത്. ഇനി ഇവിടെ ജില്ലകൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് തമിഴ്നാടുവിനെ കാണാൻ പറ്റും. ഈ ഒരു മുകൾ ഭാഗത്തായിട്ട് ഇവിടെ കർണാടക കൊടുത്തിട്ടുണ്ട്. ഓക്കെ, കർണാടക കൊടുത്തിട്ടുണ്ട്, തമിഴ്നാട് കൊടുത്തിട്ടില്ല. അതുകൊണ്ടാണ് കർണാടക ഞാൻ തമിഴ്നാട് എടുത്തു പറഞ്ഞത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി ജസ്റ്റ് നമുക്ക് ജില്ലകളൊന്ന് ഓടിച്ചു പോകാം. ജില്ലകൾ സെപ്പറേറ്റ് ആയിട്ട് പറയാൻ വേണ്ടി സിലബസിൽ എടുത്ത് പറയുന്നുണ്ട്. സോ ജില്ലകൾ നമ്മൾ നോക്കുമ്പോൾ നോർത്തും താഴോട്ടേക്ക് വന്നാൽ കാസർഗോഡ് ഉണ്ടല്ലേ. കാസർഗോഡ്, കണ്ണൂർ, ഇവിടെ കണ്ണൂർ, ഇവിടെയാണ് നമ്മുടെ മാഹി വരുന്നത്. ഓക്കെ, മാഹി വരുന്നത് പുതുച്ചേരിയുടെ ഭാഗമായിട്ട് വരുന്നത് കണ്ണൂരിലാണ് മാഹി വരുന്നത്. ഓക്കെ, ഇനി കോഴിക്കോട് വരുന്നുണ്ട്. കൽപ്പറ്റയും കോഴിക്കോടും അടുത്തടുത്ത് വരുന്നുണ്ടല്ലേ. കൽപ്പറ്റ എന്നാണ് പറയുന്നത്, വയനാടും കോഴിക്കോടും അടുത്തടുത്ത് വരുന്നുണ്ടല്ലേ. അതുപോലെ മലപ്പുറം വരുന്നുണ്ട്, അതുപോലെ തൃശ്ശൂർ വരുന്നുണ്ട്, പാലക്കാട് വരുന്നുണ്ട്, എറണാകുളം വരുന്നുണ്ട്, അതുപോലെ ആലപ്പുഴ വരുന്നുണ്ട്, കോട്ടയം വരുന്നുണ്ട്, ഇടുക്കി വരുന്നുണ്ട്, പത്തനംതിട്ട വരുന്നുണ്ട്, കൊല്ലം വരുന്നുണ്ട്, തിരുവനന്തപുരം. അങ്ങനെ എത്രയാണ്?
14 ജില്ലകൾ വരുന്നുണ്ട്. കേരളത്തിന് ഈ ഒരു മാപ്പ് മനസ്സിലായല്ലോ. മാപ്പ് ഒന്ന് ഓടിച്ചു നോക്കിയേ, മാപ്പ് ഓടിച്ചിട്ട് അതിൻ്റെ ആ ഒരു ബൗണ്ടറീസും എല്ലാം ഒന്ന് ഓർത്ത് നോക്കിയേ നിങ്ങൾ. ഇത് ഇവിടെ കണ്ടോ, ഇവിടെ നമുക്ക് ആ ഒരു കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആണല്ലോ ഈ ഒരു ഫിഗർ നോക്കിയെന്ന് വിചാരിക്കുന്നു. ഇന്ത്യയുടെ തെക്കേ അറ്റത്തായിട്ട് കിഴക്ക് പശ്ചിമഘട്ടത്തിനും പടിഞ്ഞാറ് അറബിക്കടലിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഭൂപ്രദേശമാണ് കേരള സംസ്ഥാന. ടെക്സ്റ്റ് ബുക്കിൽ അങ്ങനെ എടുത്തു പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇത് നമ്മുടെ ഈക്വാലൻസ് ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്, അതിൽ മലയാളം ഉണ്ടാവില്ല. ഓക്കെ, ഇന്ത്യയുടെ തെക്കേ അറ്റത്തായിട്ട് കിഴക്ക് പശ്ചിമഘട്ടത്തിന് വെസ്റ്റേൺ ഘട്ടം അല്ലെ, ഈസ്റ്റ് വെസ്റ്റേൺ ഘട്ടിനും പടിഞ്ഞാറ് നമ്മുടെ വെസ്റ്റ് അറബിക്കടലിനും ഇടയിലാണ് കേരളം സ്ഥിതി ചെയ്യുന്നത്. എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. അതായത് ഇവിടെ നമ്മുടെ വെസ്റ്റേൺ ഗഡ്സും വരുന്നുണ്ട്, ഇവിടെ നമ്മുടെ അറേബ്യൻ സീയും വരുന്നത്. അതിനിടയിലായിട്ടാണ് നമ്മുടെ കൊച്ചു കേരളം സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, ഇനി ശ്രീ എസ്.കെ. പൊറ്റക്കാട് കേരളത്തിന്റെ ഭൂപ്രകൃതിയെ പറ്റിയിട്ട് ഒരു കവിത വർണ്ണിച്ചിട്ടുണ്ട്. ആ ഒരു കവിത ഒന്ന് ജസ്റ്റ് വായിച്ചു നോക്കിയേ. കേരളമേ നിന്റെ യോമന പേർ കേൾക്കി, കോൾമയിർ കൊള്ളുന്നതെന്നുമേൻ നീരാളി പച്ച വിരിച്ച വയലുകൾ, നീളെ കിടക്കുമുൾ നാടുകളും വാരിളം പുല്ലണിക്കുന്നിൻ പുറങ്ങളും നേരറ്റ നീരലർ പൊയ്കകളും പൂത്തിരി കത്തിച്ച പാതിരാവും പിന്നെ പൂത്തിരുവാതിര പൂനിലാവും. ശ്രീ എസ്.കെ. പൊറ്റക്കാടിന്റെ വരികളാണ്. ഈ ഒരു വരികൾ കൃത്യമായിട്ട് എടുത്ത് ചോദിക്കാനുള്ള സാധ്യതയൊന്നുമില്ല. ഇനി ബൈ ചാൻസ് ചോദിക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ടായിരുന്നു എന്ന രീതിയിൽ നമ്മളൊന്ന് ഓർത്തു വയ്ക്കണം. ഓക്കെ, എസ്.കെ. പൊറ്റക്കാടിന്റെ കേരളത്തിനെ കുറിച്ചുള്ള ആ ഒരു വർണ്ണനയാണ്. ദ ഫിസിയോഗ്രഫി ഓഫ് അവർ സ്റ്റേറ്റ്, അതായത് കേരളത്തിന്റെ എക്സ്റ്റെൻഡ് ഫ്രം ദ സാൻഡി സ്ട്രെച്ചസ് അലോങ് ദ അറേബ്യൻ സീ ഇൻ ദ വെസ്റ്റ് ത്രൂ ഹിൽ ആൻഡ് വാലീസ് ടു ദ ടൊറന്റിംഗ് സ്ട്രീം ആൻഡ് ലോഫ്റ്റി പീക്സ് ഇൻ ദ ഈസ്റ്റ്. ഓക്കെ, നമ്മൾ പറഞ്ഞു ഈസ്റ്റും അതുപോലെ തന്നെ ആ ഒരു വെസ്റ്റ് ഭാഗത്തായിട്ട് എന്താണ് വരുന്നത്? ഈസ്റ്റ് ഭാഗത്തായിട്ട് നമ്മുടെ വെസ്റ്റേൺ ഘട്ടമല്ല, അവിടെ മലനിരകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. വെസ്റ്റ് ഭാഗത്തായിട്ട് അറേബ്യൻ സീ. ആ ഒരു വ്യത്യാസം മനസ്സിലാക്കിയാൽ മതി. ബേസ്ഡ് ഓൺ ദ എലിവേഷൻ ഫ്രം സീ ലെവൽ, അതായത് കടലിൽ നിന്നുള്ള ഉയരം നമ്മൾ വെച്ച് നോക്കിയിട്ടാണ് ഈ ഒരു 3 വിഭാഗങ്ങൾ നമ്മൾ തരംതിരിക്കുന്നത്. അത് ഏതൊക്കെയാണ്? ഹൈലാൻഡ്, മിഡ് ലാൻഡ്, ലോ ലാൻഡ്. നേരത്തെ നമ്മൾ പറഞ്ഞതിൽ നിന്ന് കൺഫ്യൂഷൻ ആയോ? ഹൈലാൻഡ് എന്താണ്? ഹൈലാൻഡ് മലനാടുകളാണ്. ഹൈലാൻഡ് എന്ന് പറയുന്നത് മലനാടുകളാണ്. മിഡ്ലാൻഡ് എന്ന് പറയുന്ന ഇടനാടുകളാണ്. ലോലാൻഡ് എന്ന് പറയുന്ന തീരദേശമാണ്. ഓക്കെ, മനസ്സിലായല്ലോ? ഹൈലാൻഡ്, മിഡ്ലാൻഡ്, ലോലാൻഡ്. ക്ലിയർ ആയല്ലോ എന്താണ് ഹൈലാൻഡ്, മിഡ്ലാൻഡ്, ലോലാൻഡ് എന്ന കാര്യം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഭൂപ്രകൃതി പടിഞ്ഞാറ് അറബിക്കടലിനോട് ചേർന്ന് മണൽ നിറഞ്ഞ പ്രദേശങ്ങളിൽ തുടങ്ങി കുന്നുകളും താഴ്വരകളും കടന്ന് കിഴക്കൻ അതിർത്തിയിൽ എത്തുമ്പോഴേക്കും കുതിച്ചു പാഞ്ഞു ഒഴുകുന്ന കാട്ടാറുകളും ഉയരം കൂടിയ കൊച്ചു കൊടുമുടികളും ഉൾപ്പെടുന്ന വൈവിധ്യമാർന്ന ഭൂപ്രകൃതിയാണ് കൊച്ചു കേരളത്തിൻ്റെത്. ഓക്കെ, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. അരുവികളുണ്ട്, അതുപോലെ പാറകളുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കേരളത്തിലുണ്ട്. സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരത്തെ അടിസ്ഥാനമാക്കി കേരളത്തിന്റെ ഭൂപ്രകൃതിയെ 3ആയിട്ട് തരംതിരിക്കാം. മലനാട്, ഹൈലാൻഡ്, ഇടനാട്, മിഡ്ലാൻഡ്, തീരദേശം അല്ലെങ്കിൽ തീരപ്രദേശം, ലോലാൻഡ് എന്ന രീതിയിൽ കാറ്റഗറൈസ് ചെയ്യാം. നമുക്ക് ആദ്യത്തെ കാറ്റഗറിയിലേക്ക് പോകാം. ഹൈലാൻഡ് അല്ലെ. ഹൈലാൻഡ് എന്ന് പറയുമ്പോൾ മലനാട്, മലയാളത്തിൽ എന്ത് പറയും? മലനാട്. മലയാളം കൊടുക്കുന്നുണ്ട്. ഹൈലാൻഡ് അല്ലെങ്കിൽ മലനാട് എന്ന രീതിയിൽ പറയാൻ പറ്റും. ഹൈലാൻഡ് ഇസ് എ ഏരിയ വിത്ത് എൻ എലിവേഷൻ ഓഫ് 75 മീറ്റർ ഫ്രം ദ സീ ലെവൽ. ഇതാണ് പരീക്ഷയ്ക്ക് ഒരു തവണ ചോദ്യം വന്നത്. 75 മീറ്ററിന് മുകളിൽ ഉയരമുള്ള പ്രദേശങ്ങളെ നമ്മൾ എന്ത് പേരിൽ വിളിക്കും എന്ന് പറഞ്ഞിട്ട് ഓപ്ഷനിൽ തന്നു അല്ലെ. അതായത് ഓപ്ഷൻ എ ഹൈലാൻഡ്, ഓപ്ഷൻ ബി മിഡ്ലാൻഡ്, ഓപ്ഷൻ സി ലോലാൻഡ്. ആ രീതിയിൽ ഓപ്ഷന് തന്നു. ഉത്തരം എന്താണ്? ഹൈലാൻഡ് ആണല്ലേ. ഹൈ, ആ രീതിയിൽ. നമുക്ക് 75 ഏറ്റവും കൂടിയ ഉയരം. സീ ലെവലിൽ നിന്ന് വരുന്ന ഏറ്റവും കൂടിയ ഉയരം. കൊടുമുടിയുടെ ഉയരം അല്ല പറയുന്നത്, സീ ലെവലിൽ നിന്ന് വരുന്ന ഉയരമാണ് പറയുന്നത്. അതിന് മുകളിൽ കൊടുമുടികളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സീ ലെവലിൽ വരുന്ന ഏറ്റവും കൂടിയ ഉയരം എന്ന് പറയുന്നത് 75 മീറ്റർ ആണ്. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹൈലാൻഡും ലോലാൻഡും മിഡ്ലാൻഡും വളരെ സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റും. ഏറ്റവും കൂടിയ ഉയരം 75 മീറ്റർ ആണെന്ന രീതിയിൽ സീ ലെവലിൽ നിന്ന് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഹൈലാൻഡ് അവിടെ ആയല്ലേ. 75 മീറ്ററിന് മുകളിലാണെങ്കിൽ, അതായത് ഗ്രേറ്റർ ദാൻ 75 മീറ്റേഴ്സ് ആണ് വരുന്നതെങ്കിൽ എന്താണ്? അത് ഹൈലാൻഡ് ആണെന്ന രീതിയിൽ പഠിച്ചു വെക്കണം. ഏറ്റവും കൂടിയ ഉയരം 75 പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. ഓൾ അവർ റിവേഴ്സ് ഒറിജിനേറ്റ് ഫ്രം ദിസ് ഫിസിയോഗ്രഫിക് യൂണിറ്റ് കമ്പോസ്ഡ് ഓഫ് ലോഫ്റ്റി മൗണ്ടൈൻസ് ആൻഡ് ഹിൽസ്. ഉയരം കൂടിയ പ്രദേശങ്ങളിൽ നിന്നാണ് എപ്പോഴും നദികൾ ഉത്ഭവിക്കുന്നത് അല്ലേ. നമ്മുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട നദികളൊക്കെ ഈ പറഞ്ഞ ഹൈലാൻഡിൽ നിന്നും മലനാടുകളിൽ നിന്നുമാണ് ഉത്ഭവിക്കുന്നത്. അല്ലാതെ താഴേക്കിടയിൽ നിന്ന് ഒരിക്കലും നദികൾ ഉത്ഭവിക്കില്ല. നദികൾ കുന്നിൻ ചെരുവിൽ നിന്നൊക്കെയാണ് നദികൾ ഉത്ഭവിക്കുന്നത് അല്ലേ. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ കേരളത്തിലുള്ള പ്രധാനപ്പെട്ട ഒരു എല്ലാ നദികളും എവിടെ നിന്നാണ്, ഏത് ഭാഗത്തു നിന്നാണ് ഉത്ഭവിക്കുന്നത്? ഹൈലാൻഡ് മലനാടുകളിൽ നിന്നുമാണ് ഉത്ഭവിക്കുന്നത്. ആ ഒരു കാര്യം ഓർത്തു വെക്കണം. മോസ്റ്റ് ഓഫ് ദിസ് റീജിയൻ ഈസ് കവേർഡ് വിത്ത് ഫോറസ്റ്റ്. ഇവിടെ എന്താണ്? ഇവിടെ മെജോറിറ്റി റീജിയൻ എന്താണ്? വളരെ തിക്കായുള്ള ഫോറസ്റ്റ് കാടുകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നതല്ല. മോസ്റ്റ് ഓഫ് ദിസ് റീജിയൻ ഈസ് കവേർഡ് വിത്ത് ഫോറസ്റ്റ്. സോ ഹൈലാൻഡ് പ്രദേശങ്ങൾ, മലനാടുകൾ എന്താണ്? മലനാടുകൾ കാടുകൾ, വനങ്ങളെ കൊണ്ട്
തിങ്ങി നിറഞ്ഞ പ്രദേശമാണല്ലേ. ദ ഹൈലാൻഡ് റീജിയൻ ഓഫ് കേരള ഈസ് പാർട്ട് ഓഫ് വെസ്റ്റേൺ ഘട്ട്. വെസ്റ്റേൺ ഘട്ടിന്റെ പ്രത്യേകത എന്താണ്? അവിടെ മലകൾ, ഒരുപാട് മലകൾ, കാടുകളൊക്കെ ഉണ്ടല്ലേ. സോ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഹൈലാൻഡ് എന്ന് പറഞ്ഞ വെസ്റ്റേൺ ഘട്ടിന്റെ ഭാഗമാണ്. അല്ലെങ്കിൽ നമുക്ക് വെസ്റ്റേൺ ഘട്ട്സിനെ കാണാൻ പറ്റുന്ന ഈ ഒരു ഹൈലാൻഡ്സിലാണ്. അല്ലെങ്കിൽ വെസ്റ്റേൺ ഘട്ട് കണ്ടാൽ നിങ്ങൾക്ക് അത് ഹൈലാൻഡ് ആണെന്ന് പറയാൻ പറ്റും അല്ലെ. മൗണ്ടെയിൻ റേഞ്ചസ് വിച്ച് എക്സ്റ്റെൻഡ് ഫ്രം തമിഴ്നാട് ഇൻ ദ സൗത്ത് ടു ഗുജറാത്ത് ഇൻ ദ നോർത്ത്. നമുക്കറിയാം വെസ്റ്റേൺ ഘട്ട് കേരളത്തിന് മാത്രം സ്വന്തമൊന്നുമല്ല. വെസ്റ്റേൺ ഘട്ട് കേരളത്തിൽ ഇടതടവില്ലാതെ പോകുന്നുണ്ടെങ്കിൽ പറഞ്ഞെങ്കിൽ പോലും വെസ്റ്റേൺ ഘട്ട് തമിഴ്നാട് തൊട്ടിട്ട് ഗുജറാത്ത് വരെ നീണ്ടു നടക്കുന്ന വളരെ വലിയ പ്രദേശമാണ്. ഓൾറെഡി ഇന്ത്യയുടെ ജോഗ്രഫിയിൽ നിങ്ങൾ ആ ഒരു കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. താപ്തി തൊട്ടിട്ട് ഇങ്ങോട്ട് വരുന്ന എന്ന രീതിയിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടില്ലേ? ആ രീതിയിലാണ് വെസ്റ്റേൺ ഘട്ടിന്റെ വരുന്നത്. വെസ്റ്റേൺ ഘട്ട് തമിഴ്നാട് തൊട്ടിട്ട് ഗുജറാത്ത് വരെയാണ്. ആ ഒരു സംസ്ഥാനങ്ങൾ നോക്കുകയാണെങ്കിൽ തമിഴ്നാട് തൊട്ടിട്ട് ഗുജറാത്ത് വരെ വെസ്റ്റേൺ ഘട്ട് വ്യാപിച്ച് കിടക്കുന്നുണ്ട്. ഓക്കെ, ദ വെസ്റ്റേൺ ഘട്ട് ഈസ് ദ അബോർഡ് ഓഫ് എ വൈഡ് വെറൈറ്റി ഓഫ് ആനിമൽസ് ഇൻക്ലൂഡിംഗ് ടൈഗർ ആൻഡ് ലെപ്പർഡ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബേർഡ് ആൻഡ് ബട്ടർഫ്ലൈ, reptiles like king cobra and rare species like നീൽഗിരി താർ ആൻഡ് lion tailed macaque. എന്താണ്? സിംഹവാലൻ കുരങ്ങ്, അതുപോലെ തന്നെ നീലഗിരി താർ, അങ്ങനെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ആനിമൽ അതുപോലെ തന്നെ പ്ലാന്റ് സ്പീഷീസ് നമുക്ക് ഈ ഒരു വെസ്റ്റേൺ ഘട്ടിൽ കാണാൻ പറ്റും. ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞ കാര്യങ്ങളായതുകൊണ്ട് അത് അവിടെ ഒന്ന് പഠിച്ചു വെച്ചോ. ആനിമൽ ഏതൊക്കെയാണ്? ടൈഗർ, ലെപ്പേർഡ്, അതുപോലെ ബേർഡ്സ്, ബട്ടർഫ്ലൈ, റെപ്റ്റൈൽസ്, കിങ് കോബ്ര, റയർ സ്പീഷീസ് പോലെയുള്ള നീൽഗിരി താറ്, ലയൺ ടൈൽഡ് മക്കാക്കു. ഇത്രയും കാര്യങ്ങളൊന്ന് പഠിച്ചു വെച്ചോ. കാരണം എന്താണ്? ടെക്സ്റ്റ് ബുക്ക് പറഞ്ഞിട്ടുണ്ടല്ലേ. സോ എന്തൊക്കെ പഠിച്ചു വെക്കണം? ടൈഗർ പഠിച്ചു വെച്ചോ, ലെപ്പേർഡ് പഠിച്ചു വെച്ചോ, ബട്ടർഫ്ലൈസ്, കിങ് കോബ്ര, നീൽഗിരി താറ്, ലയൺ ടൈൽഡ് മക്കാക്കു. ഇത് നമ്മുടെ വെസ്റ്റേൺ ഘട്ട് കാണാൻ സാധിക്കും എന്ന രീതിയിൽ ഒന്ന് പഠിച്ചു വെച്ചോ. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞ കാര്യമാണ്. ദ വെസ്റ്റേൺ ഘട്ട് റീജിയൻ ഈസ് ഓൾസോ ഹോം ടു ട്രീസ് സച്ച് ആസ് റോസ് വുഡ്, ഈഗിൾ വുഡ്, സാൻഡൽവുഡ്, റെഡ് സാൻഡൽവുഡ് ആൻഡ് ഓർക്കിഡ് ഓഫ് ഡിഫറെൻറ്റ് കൈൻഡ്സ്. ഇനി വെസ്റ്റേൺ ഘട്ടിൽ കാണപ്പെടുന്ന ട്രീകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞ ട്രീകൾ പഠിച്ചു വെച്ചോ. റോസ് വുഡ് ഉണ്ട്, ഈഗിൾ വുഡ് ഉണ്ട്, സാൻഡൽവുഡ് ഉണ്ട്, റെഡ് സാൻഡൽവുഡ് ഉണ്ട്, ഓർക്കിഡ്സ് ഉണ്ട് അല്ലേ. സോ ആ രീതിയിൽ ഓർത്തു വെക്കണം. ദിസ് റീജിയൻ ഈസ് ഓൾസോ നോൺ ആസ് സഹ്യാദ്രി മൗണ്ടെയിൻ റേഞ്ച്. ഈ ഒരു വെസ്റ്റേൺ ഘട്ട് നമ്മൾ എന്ത് പേര് കൂടെ വിളിക്കാറുണ്ട്? സഹ്യാദ്രി മലനിരകൾ എന്ന പേര് കൂടെ വിളിക്കാറുണ്ട് അല്ലേ. നമ്മൾ മലയാളത്തിൽ പറഞ്ഞാൽ സഹ്യാദ്രി മലനിരകൾ, സഹ്യാദ്രി മൗണ്ടെയിൻ റേഞ്ചസ് എന്ന പേര് കൂടെ ഈ ഒരു വെസ്റ്റേൺ ഘട്ട്സിനെ നമ്മൾ വിളിക്കാറുണ്ട്. The highlands slope down from the western Ghat which rise to an average height of 900 meters with a number of peaks well over 1800 in the height. അതായത് ആവറേജ് ഒരു 900 മീറ്റർ ഉയരം വരുന്ന കൊടുമുടികൾ തൊട്ടിട്ട് 1800 മീറ്റർ വരുന്ന കൊടുമുടികൾ വരെ നമുക്ക്, അല്ലെങ്കിൽ അതിന് മുകളിൽ വരുന്ന കൊടുമുടികൾ വരെ നമുക്ക് എന്താണ്, നമുക്ക് ഈ ഒരു വെസ്റ്റേൺ ഘട്ടിൽ കാണാൻ സാധിക്കുമല്ലോ. കേരളത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുമല്ലേ. വെസ്റ്റേൺ ഘട്ടിൽ വരുന്നത് 1800, ആവറേജ് വരുന്ന 900 മീറ്റർ ആണ്. 1800 മീറ്റർ മുകളിൽ വരുന്ന കൊടുമുടികളും നമുക്കിവിടെ കാണാൻ പറ്റുമല്ലോ. നമ്മുടെ ആനമുടി പീക്കൊക്കെ വരുന്ന ഇവിടെയാണല്ലോ. ആനമുടി പീക്കൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ പീക്കാണ്. അതിനെപ്പറ്റി സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് പറയാനുണ്ട്. ആനമുടി പീക്കിനെ പറ്റി സ്ഥിരമായിട്ട് ചോദ്യങ്ങൾ വരാറുണ്ട്. വന്ന ചോദ്യങ്ങളൊക്കെ നമ്മളിവിടെ ഉൾപ്പെടുത്തുന്നുണ്ട്. ദിസ് ഈസ് ദ ഏരിയ ഓഫ് മേജർ പ്ലാന്റേഷൻ ലൈക്ക് ടീ, കോഫി, റബ്ബർ, കാഡമം എക്സെട്ര. ഓൾറെഡി നമ്മൾ ഇവിടെ വരുന്ന പ്ലാന്റ് സ്പീഷീസ് നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ ആനിമല്, ബേർഡ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. ഇനി ഈ ഒരു വെസ്റ്റേൺ ഘട്ടിൽ അനുയോജ്യമായിട്ടുള്ള പ്ലാന്റേഷൻസ് ഏതൊക്കെയാണ് എന്ന രീതി നമുക്ക് പഠിക്കാനുണ്ട്. ഒന്ന് ടീ ആണല്ലോ. ടീ നടാൻ പറ്റും. ടീയുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു വിളകൾ നമുക്ക് നടാൻ പറ്റും. കോഫി വരുന്നുണ്ട്, റബ്ബർ, കേരളത്തിലൊക്കെ റബ്ബർ ഫേമസ് ആണല്ലേ. റബ്ബറുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ ഫൗണ്ടറൊക്കെ നമുക്ക് പറയാനുണ്ട്. അതുപോലെ കാഡമം, ഇതൊക്കെ എന്താണ്? കാഡമം ഒക്കെ വരുന്നത് ഈ ഒരു വെസ്റ്റേൺ ഘട്ടിൽ അനുയോജ്യമായുള്ള, ഇതിനൊക്കെ അനുയോജ്യമായുള്ള കാലാവസ്ഥയാണ് നമ്മുടെ വെസ്റ്റേൺ ഘട്ടിൽ എന്ന രീതിയിൽ നമുക്ക് എടുത്ത് തന്നെ പറയാൻ പറ്റും. എന്തൊക്കെയാണ്? ടീ, കോഫി, റബ്ബർ, കാഡമം. ഓക്കെ, അറൌണ്ട് 48% ഓഫ് ടോട്ടൽ ലാൻഡ് ഈസ് ഹൈലാൻഡ്. എന്താണ്? 48% എന്ന് പറയുന്നത് ഹൈലാൻഡ് ആണല്ലോ. നമ്മുടെ ഹൈലാൻഡ് ആണ്. ഹൈലാൻഡുമായിട്ട് ബന്ധപ്പെട്ട് 48 മെജോറിറ്റി, അതായത് നമ്മുടെ കേരളത്തിന്റെ ടോട്ടൽ ജോഗ്രഫിക്കൽ ഏരിയ നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ പകുതിയുടെ അടുത്തും എന്താണ്? ഹൈലാൻഡ് ആണ്. ആ ഒരു ഹൈലാൻഡിൽ നമുക്ക് വിളവെടുക്കാൻ പറ്റുന്ന പ്രധാനപ്പെട്ട കൃഷി ഇനങ്ങൾ ടീ, കോഫി, റബ്ബർ, കാട്ടമം ഒക്കെയാണ്. ഇനി ഈ ഒരു ഹൈലാൻഡ് മലനിരകളിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു പീക്കും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും അല്ലെ. ഇവിടെ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട പീക്കാണ് ആനി പീക്ക്, അല്ലെങ്കിൽ ആനമുടി എന്ന പേരിൽ നമ്മൾ പറയാം. ആനമുടിയുടെ ഉയരം പരീക്ഷയിൽ ചോദിക്കാറുണ്ട്. 8842 അടി, അല്ലെങ്കിൽ 2695 മീറ്റേഴ്സ്. പരീക്ഷകൾക്ക് ഇത് ചോദിച്ചിട്ടുണ്ട്. 2695 മീറ്റർ എന്ന് പറയുന്ന ആ ഒരു ഉയരം പരീക്ഷകളിൽ ഓപ്ഷനിൽ തന്നിട്ടുണ്ട്. ആനമുടി പീക്ക് അല്ലെങ്കിൽ ആനൈ പീക്ക് എന്നാണ് അറിയപ്പെടുന്നത്. ലൈസ് അറ്റ് ദ എക്സ്ട്രീം സൗത്ത് വെസ്റ്റേൺ എൻഡ് ഓഫ് ദ റേഞ്ച് ആൻഡ് ഈസ് ഹയസ്റ്റ് പീക്ക് ഇൻ സതേൺ ഇന്ത്യ. സതേൺ ഇന്ത്യയിലെ ഹയസ്റ്റ് പീക്ക് എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി കേരളത്തിലെ ഹയസ്റ്റ് പീക്ക് തന്നെയാണല്ലേ ആനമുടി അല്ലെങ്കിൽ ആനൈ പീക്ക് എന്ന് പറയും. ഉയരം ചോദിച്ചിട്ടുണ്ട് പരീക്ഷയ്ക്ക്. 2695
5 ആണ് ആനമുടി അല്ലെങ്കിൽ ആനൈ പീക്കിന്റെ ഉയരം. ഹയസ്റ്റ് പീക്ക് ഇൻ സദേൺ ഇന്ത്യ കൂടിയാണ് ആനൈ പീക്ക് അല്ലെങ്കിൽ ആനമുടി പീക്ക്. ആ ഒരു കാര്യം കൂടെ ഒന്ന് പഠിച്ചു വയ്ക്കണം. ഇനി ആനമുടി പീക്കുമായിട്ട് ബന്ധപ്പെട്ട് സ്ഥിരമായിട്ട് ചോദ്യങ്ങൾ വരാറുണ്ട്. ഓരോ ചോദ്യമായിട്ട് നമുക്ക് എടുത്ത് പഠിക്കാം. പശ്ചിമഘട്ട മലനിരയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി, നമ്മുടെ വെസ്റ്റേൺ ഘട്ടുമായിട്ട് ബന്ധപ്പെട്ട് സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി ഏതാണ്? ആനമുടിയാണല്ലോ. വെസ്റ്റേൺ ഘട്ടിലെ പരീക്ഷയ്ക്ക് SSC എക്സാമിനൊക്കെ ചോദിച്ചിട്ടുണ്ട്. വെസ്റ്റേൺ ഘട്ടിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് നമ്മുടെ ആനമുടിയാണ്. ഇനി ആനമുടി എവിടെ സ്ഥിതി ചെയ്യുന്നു എന്ന് ചോദിച്ചിട്ടുണ്ട്. ക്ലിയർ ആയിട്ട് അതിന്റെ താലൂക്ക് അടക്കം എടുത്ത് ചോദിച്ചിട്ടുണ്ട്. ഇടുക്കി ജില്ലയിലെ ദേവികുളം താലൂക്കിൽ, ഇടുക്കി ജില്ലയിലെ മൂന്നാറിലെ ദേവികുളം താലൂക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്. 3 പഠിച്ചോ, 3 ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഏത് ജില്ലയിലാണെന്ന് ചോദിച്ചിട്ടുണ്ട്, എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്, ഏത് താലൂക്കാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ആനമുടി സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലെ മൂന്നാറിലെ ദേവികുളം താലൂക്കിലാണ്. ആ ഒരു കാര്യം കൃത്യമായിട്ട് പഠിച്ചോ. സദേൺ ഇന്ത്യയിലെ ഏറ്റവും കൂടിയ കൊടുമുടി കൂടിയാണ് ആനമുടി. ഓൾറെഡി വെസ്റ്റേൺ ഘട്ടിലെയും കേരളത്തിലെയും ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണെന്ന് പറഞ്ഞു. മറ്റൊരു കാര്യം കൂടെ വന്നിട്ടുണ്ട്, തെക്കേ ഇന്ത്യയിലെ, അതായത് സദേൺ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി കൂടിയാണ് നമ്മുടെ ആനമുടി. ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അല്ലേ. ഉയരം ആദ്യമായിട്ട് ആനമുടിയുടെ 2695 മീറ്റർ എന്ന് പറഞ്ഞല്ലോ. 2695 മീറ്റർ തന്നെയല്ലേ? ഓക്കെ, 2695 മീറ്റർ, 2695 മീറ്റർ എന്ന് പറഞ്ഞു. ഈ ഒരു ഉയരം ആദ്യമായിട്ട് അളന്നത് 1862 ഒരു മെയ് 4 ജനറൽ ഡഗ്ലസ് ഹാമിൽട്ടൺ ആയിരുന്നു. ആ ഒരു പേരും ചോദിച്ചിട്ടുണ്ട്. ആരാണ് ആനമുടിക്ക് 2695 മീറ്റർ ആണെന്ന് ആദ്യമായിട്ടൊന്ന് അളന്ന് കണ്ടെത്തിയത്? 1862 വർഷം ഒരു മെയ് 4 ജനറൽ ഡഗ്ലസ് ഹാമിൽട്ടണ് ആണിത് അളന്ന് കണ്ടെത്തിയത്. സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം ചോദിച്ചിട്ടുണ്ട്. ഓൾറെഡി ദേവികുളം താലൂക്കിലാണെന്ന് നമുക്കറിയാം. സോ ഇരവികുളം മറ്റൊരു കുളമാണെന്ന് പഠിച്ചു വെച്ചാൽ മതി. ഇരവികുളം ദേശീയോദ്യാനത്തിന്റെ ഭാഗമായിട്ടാണ് ആനമുടി വരുന്നത്. ഇതിന്റെ തെക്ക് ഭാഗത്തായിട്ട്, ഇരവികുളം ദേശീയോദ്യാനത്തിന്റെ തെക്ക് ഭാഗത്തായിട്ടാണ് നമ്മുടെ ഹൈലാൻഡിൽ വരുന്ന, മലനാടുകളിൽ വരുന്ന ആനമുടി സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം ആനമുടിയുടെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ ആനമുടി സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? ഇരവികുളമാണല്ലേ. ഒരു കുളം കൂടി ഉണ്ടല്ലോ, ഏതാണത്? ദേവികുളമാണല്ലേ. ദേവികുളം താലൂക്കാണ്, ഇരവികുളം ദേശീയോദ്യാനമാണെന്നും ആ ഒരു ദേശീയോദ്യാനത്തിന്റെ തെക്ക് ഭാഗത്തായിട്ടാണ് ഈ ഒരു കൊടുമുടി സ്ഥിതി ചെയ്യുന്ന രീതിയിലും പഠിച്ചു വെക്കണം. ഇനി 3 മലനിരകളെ സംഗമിക്കുന്ന സ്ഥലം കൂടിയാണ് നമ്മുടെ ആനമുടി. അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ആനമല, എന്താണ്? ആനമല, ഏലമല, പളനിമല. എന്തൊക്കെയാണ്? ആന പ്ലസ് ഏല പ്ലസ് പളനി. ആന പ്ലസ് ഏല പ്ലസ് പളനി ഗിവ്സ് എന്താണ്? ആനമുടിയാണല്ലേ. ആനമുടിയാണ്. ഇവിടെയൊക്കെ മലയുണ്ട്. കോമൺ ആയിട്ട് എന്തുണ്ട്? കോമൺ ആയിട്ട് നമുക്ക് മലനിരയുണ്ട് അല്ലേ. കോമൺ ആയിട്ട് മലനിരയുണ്ട്. അതായത് ആനമലനിര, ഏലമലനിര, പളനി മലനിര, 3ഉം കൂടെ സംഗമിക്കുന്ന സ്ഥലം എന്താണ്? ആനമുടിയാണ്. ക്ലിയർ ആണല്ലോ? ഇതൊക്കെ പരീക്ഷയ്ക്ക് വന്നിട്ടുള്ള കാര്യങ്ങളാണ്. അങ്ങനെയുള്ള കാര്യങ്ങളെ നമ്മൾ പറയുന്നല്ലോ. സോ ഇനി ഓരോന്നും ഏത് ഭാഗത്താണ് നോക്കണം. ആനമുടിയുടെ വടക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നത് ആനമലയാണ്. ആനമുടിയുടെ നോർത്ത് വടക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നത് ആനമലയാണ്. ആനമുടിയുടെ നോർത്ത് ഈസ്റ്റ് കിഴക്ക് വടക്ക് കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നത് മലയാണ് പളനിമല. തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സൗത്ത് അല്ലേ, തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന മലനിരയാണ് ഏലമല. ഓക്കെ, ക്ലിയർ ആണ്. ആനമുടിയുടെ നോർത്ത് വടക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന മലനിരയാണ് ആനമല. ആനമുടിയുടെ വടക്ക് കിഴക്ക് നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന മലനിരയാണ് പളനിമല. ആനമുടിയുടെ സൗത്ത് തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന മലനിരയാണ് ഏലമല. ഓക്കെ, ഇനി ആനമുടിയുടെ ഭാഗമായിട്ടൊരു സുഖവാസ കേന്ദ്രം ഉണ്ടായിരുന്നല്ലോ. ഏതാണത്? വടക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പ്രധാന സുഖവാസ കേന്ദ്രമാണ് നീലഗിരി. നീലഗിരിയിൽ പോയിട്ടുണ്ടോ ആരെങ്കിലും? നീലഗിരിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ആ ഒരു ഒരുപാട് മനോഹരമായുള്ള കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും അല്ലെ. ആ ഒരു നീലഗിരി സുഖവാസ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ ആനമുടിയുടെ ഭാഗത്തായിട്ടാണ്, വടക്ക് ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്. വംശനാശത്തിന്റെ വക്കിലെത്തിയ വരയാടുകൾ ഉള്ള ഇരവികുളം ദേശീയോദ്യാനം. ഇരവികുളം ദേശീയോദ്യാനത്തിന്റെ പ്രത്യേകത എന്താണ്? നമുക്ക് എൻഡേഞ്ചർ ആയിട്ടുള്ള വംശനാശത്തിന്റെ വക്കിലെത്തിയ വരയാടുകളെ കാണാൻ പറ്റും അല്ലെ. സോ ആ ഒരു ഫാക്ട് കൂടെ ഓർത്തു വെക്കണം. അതും ചോദിച്ചിട്ടുണ്ട്. സാഹസിക മലക്കയറ്റക്കാർക്ക് പ്രിയങ്കരമാണ് ആനമുടി. കാരണം എന്താണ്? 2695 മീറ്റർ ഉയരം വരുന്നുണ്ടല്ലേ. നമ്മുടെ എവറസ്റ്റ് പോലെ 8000 മേലെയൊന്നും ഇല്ലെങ്കിൽ പോലും ഒരു കൊച്ചു കൊടുമുടി തന്നെയാണ്. നമ്മുടെ കേരളത്തിലൊക്കെ ഒരുപാട് ആളുകൾ കയറാൻ വേണ്ടി ആനമുടിയിൽ പോവാറുണ്ട്. ഓക്കെ, സോ സാഹസിക മലക്കയറ്റക്കാർക്ക് പ്രിയങ്കരമായുള്ള ഒരു കൊടുമുടി കൂടിയാണ് ആനമുടി. അതുപോലെ തന്നെ 12 വർഷത്തിലൊരിക്കൽ പൂക്കുന്ന നീലക്കുറിഞ്ഞി പൂക്കളെ ആനമുടിയിൽ കാണാൻ വേണ്ടി സാധിക്കും. ഓക്കെ, നമുക്ക് നീലക്കുറിഞ്ഞി പൂക്കളെ ഇവിടെ കാണാൻ പറ്റും? ആനമുടിയിൽ. എത്ര വർഷം കൂടുമ്പോൾ? 12 വർഷം. ഇനി ഈ ഒരു നീലക്കുറിഞ്ഞി പൂക്കുമ്പോൾ അത് കാണാൻ പോയി കഴിഞ്ഞാൽ അതിന്റെ ചെടിയും പൊട്ടിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ പോയി ജയിലിൽ കിടക്കാൻ പറ്റും. കാരണം ആ രീതിയിൽ റൂള് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ രീതിയിൽ ആളുകൾ ഈ ഒരു നീലക്കുറിഞ്ഞി അത് കൊണ്ടുപോയിട്ട് വീട്ടിൽ നടന്ന ഒരു കാര്യമില്ല. കാരണം എന്താണ്? അതിന്റെ ആവാസ വ്യവസ്ഥയിൽ മാത്രം നീലക്കുറിഞ്ഞി വളരത്തുള്ളൂ. സോ ഇനി നീലക്കുറിഞ്ഞിയുടെ ആ ഒരു ആവാസ വ്യവസ്ഥ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകൾ അവരെന്താണ്? ആ ഒരു ചെടി മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ എന്താണ്? നല്ല രീതിയിൽ പിഴയും അതുപോലെ തന്നെ തടവ് ശിക്ഷയൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. റീസെന്റ് ആയിട്ട് വന്നൊരു റൂളാണത്. ആ രീതിയിലൊന്ന് ഓർത്തു വെക്കണം. ഓക്കെ,
ഇനി നമുക്ക് മറ്റു മലനിരകൾ കൂടെ, നമ്മൾ എന്തായാലും മലനാടാണല്ലോ പഠിക്കുന്നത്, മീശപ്പുലിമല അല്ലെ, മീശപ്പുലിമല നമ്മുടെ ചാർലി സിനിമ ഓർമ്മ വരും നമുക്ക്, ഒരു മഞ്ഞ് പെയ്യുന്ന ആ ഒരു രീതിയിൽ നമുക്ക്. കേരളത്തിലെ ആനമുടി കഴിഞ്ഞാൽ ഉയരമുള്ള രണ്ടാമത്തെ കൊടുമുടിയാണ് മീശപ്പുലിമല. ഓക്കെ, അതുപോലെ അഗസ്ത്യാർകൂടം, തെക്കൻ കേരളത്തിലെ ഏറ്റവും വലിയ കൊടുമുടിയാണ് അഗസ്ത്യാർകൂടം. നമ്മുടെ തെക്കൻ കേരളത്തിലെ ഏറ്റവും വലിയ കൊടുമുടി ഏതാണ്? അഗസ്ത്യാർകൂടമാണ്. അതുപോലെ ചെമ്പ്ര കൊടുമുടി, വടക്കൻ കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ചെമ്പ്ര കൊടുമുടി. മീശപ്പുലിമല പറഞ്ഞു, കേരളത്തിലെ രണ്ടാമത്തെ ഉയരമുള്ള കൊടുമുടി. ഇനി വടക്ക് തെക്ക് നോക്കിക്കഴിഞ്ഞാൽ തെക്കൻ കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി അഗസ്ത്യാർകൂടവും വടക്കൻ കേരളത്തിലെ ഏറ്റവും വലിയ കൊടുമുടി ചെമ്പ്ര കൊടുമുടിയാണ്. അതുപോലെ ബാണാസുര സാഗർ മല കൂടെ പഠിച്ചു വെച്ചാൽ വടക്കൻ കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ കൊടുമുടിയാണ് ബാണാസുര സാഗർ മല. ഓക്കെ, ആ ഒരു കാര്യം ക്ലിയർ ആണല്ലോ. അത്രയും കാര്യങ്ങൾ ക്ലിയർ ആയെങ്കിൽ നമ്മുടെ മലനാടുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കഴിഞ്ഞു. ഇനി മലയാളം ആ ഒരു ടെക്സ്റ്റ് ബുക്കിൽ, റെഗുലർ ടെക്സ്റ്റ് ബുക്ക് കൊടുത്ത സെയിം കാര്യമാണ്, അതിന് മലയാളം മാത്രമേ പറയാനുള്ളൂ. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 75 മീറ്റർ കൂടുതൽ ഉയരമുള്ള പ്രദേശമാണ് നമ്മുടെ മലനാട്. ഈ ഒരു കാര്യം ഹൈലൈറ്റ് ചെയ്ത് പഠിക്കണം, ചോദിച്ചിട്ടുണ്ട് പരീക്ഷയിൽ. 75 മീറ്റർ കൂടുതൽ, അത് ഈ ഒരു ഫിഗറൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലേ. സമുദ്രനിരപ്പിൽ നിന്നും 75 മീറ്റർ, കിലോമീറ്റർ അല്ല, 75 മീറ്റർ കൂടുതൽ ഉയരമുണ്ടെങ്കിൽ അത് നമ്മുടെ മലനാടുകളാണ്. ഉയരം കൂടിയ കുന്നുകളും അതുപോലെ തന്നെ മലകളൊക്കെ ഈ ഒരു ഭൂപ്രകൃതി വിഭാഗത്തിൽ നിന്നാണ് നമ്മുടെ നദികളെല്ലാം ഉത്ഭവിക്കുന്നത്. ഈ ഭൂപ്രകൃതി വിഭാഗത്തിന്റെ ഭൂരിഭാഗം എന്താണ്? വനങ്ങളാണ്. ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. തെക്ക് തമിഴ്നാട് മുതൽ വടക്ക് ഗുജറാത്ത് വരെ വ്യാപിച്ചു കിടക്കുന്ന പശ്ചിമഘട്ട മലനിരകളുടെ ഭാഗമാണ് കേരളത്തിന്റെ മലനാട് പ്രദേശം. കടുവ, പുലി, വരയാട്, സിംഹവാലൻ, കുരങ്ങ് എന്നിവയും രാജവെമ്പാല ഉൾപ്പെടെ പലതരം പാമ്പുകൾ, നിരവധി ഇനം പക്ഷികൾ, ചിത്രശലഭങ്ങൾ തുടങ്ങിയ അപൂർവ ഇനം ജീവികളും പശ്ചിമഘട്ടത്തിലുണ്ട്. ഇതൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചോ, ടെക്സ്റ്റ് ബുക്ക് തന്നതുകൊണ്ട് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ഈട്ടി, അകിൽ, ചന്ദനം, രക്തചന്ദനം തുടങ്ങിയ മരങ്ങളും പലതരത്തിലുള്ള ഓർക്കിഡുകളും നിറഞ്ഞ ഈ ഒരു പശ്ചിമഘട്ട മേഖല, ഈ പ്രദേശത്തിന് സഹ്യപർവ്വത നിര എന്ന പേരും നമുക്ക് കേൾക്കാറുണ്ടല്ലേ. സോ ഏതൊക്കെയാണ് അവിടെയുള്ള സസ്യങ്ങൾ എന്ന രീതിയിലൊക്കെ കാര്യങ്ങളൊന്ന് പഠിച്ചിരിക്കണം, ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞ കാര്യങ്ങളായതുകൊണ്ട്. കേരളത്തിന്റെ കിഴക്കൻ പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന മലനാട്ടിൽ മഞ്ഞും മഴയും തണുപ്പും ഏറെയാണല്ലേ. സമുദ്രനിരപ്പിൽ നിന്നും വളരെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന സഹ്യപർവ്വത നിരയുടെ ഭാഗമാണ് ഇവിടെ കൃഷി ചെയ്യുന്ന ഏലം, തേയില എന്നീ വിളകൾ. ഓൾറെഡി നമ്മൾ പറഞ്ഞു ഏലം, തേയില, അതുപോലെ തന്നെ കാപ്പിയൊക്കെ, റബ്ബർ കാപ്പിയൊക്കെ നമ്മൾ പറഞ്ഞു അല്ലെ, കാഠമം, അതുപോലെ തന്നെ ടീ, കോഫി, റബ്ബർ, അതൊക്കെ പറഞ്ഞു. ആ ഒരു കാര്യങ്ങളൊക്കെ ഓർത്തു വെക്കണം. ഈ വിളകളുടെ വളർച്ചയ്ക്ക് ആവശ്യമുള്ള ഭൂമിശാസ്ത്ര ഘടകങ്ങൾ ഇവിടെ നമുക്ക് ലഭ്യമാകുന്നുണ്ട്. അത് ഏതൊക്കെയാണ്? ഒന്നാമത്, താപനില 30 ഡിഗ്രി സെൽഷ്യസ് താഴെയാണ്. നമ്മൾ പാലക്കാടൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല ചൂടായിരിക്കും അല്ലെ. അവിടെ എന്താണ്, ഈ ഒരു കാഠമൊക്കെ പോയി കഴിഞ്ഞാൽ അതൊന്നും വളരത്തില്ല. ധാരാളമായിട്ട് മഴ ലഭിക്കണം. നല്ല കുന്നും പ്രദേശമായതുകൊണ്ട് ധാരാളമായിട്ട് മഴ ലഭിക്കും. അതുപോലെ നീർവാർച്ചയുള്ള മണ്ണാണ് അല്ലെ, നീർവാർച്ചയുള്ള മണ്ണ് കൂടെ വേണം. സോ ഈ രീതിയിൽ ചോദ്യം വരാം. അതായത് മലനാടുകളിൽ അനുയോജ്യമായിട്ടുള്ള കൃഷിക്ക്, വിളകളുടെ വളർച്ചയ്ക്ക് അനുയോജ്യമായുള്ള ഭൂമിശാസ്ത്ര ഘടകങ്ങൾ താഴെ പറഞ്ഞ ഏതൊക്കെയാണ്? ഓപ്ഷൻ എ, താപനില 40 ഡിഗ്രി സെൽഷ്യസ് താഴെ. ഓപ്ഷൻ ബി, ധാരാളമായിട്ട് മഴ ലഭിക്കണം. ഓപ്ഷൻ സി, നീർവാർച്ചയുള്ള മണ്ണ്. ഓപ്ഷൻ ബി ആൻഡ് സി കറക്റ്റ്. ആ രീതിയിലാണല്ലേ നമുക്ക് പറയാൻ പറ്റും. ഓപ്ഷൻ ബി ആൻഡ് സി കറക്റ്റ് എന്ന രീതിയിൽ നമുക്ക് ഓപ്ഷൻ ഡി ആയിട്ട് പറയാൻ പറ്റും. താപനില 40 അല്ല 30 ഡിഗ്രി സെൽഷ്യസ് താഴെയാണ് ഞാൻ പറയുമ്പോൾ തെറ്റിച്ച് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ആ ഒരു കാര്യം മനസ്സിലായല്ലോ. ഏലം, കുരുമുളക്, ഇഞ്ചി, മഞ്ഞൾ തുടങ്ങിയ സുഗന്ധ വിളകൾക്കും തേയില, കാപ്പി തുടങ്ങിയവയ്ക്കും അനുയോജ്യമായ കാലാവസ്ഥയാണ് മലനാട്ടിലുള്ളത്. ഓക്കെ, മലനാട്ടിൽ വിളയുന്ന കൃഷി രീതികൾ ഏതൊക്കെയാണെന്ന് പഠിച്ചു വെക്കണം. ഏലം, കുരുമുളക്, ഇഞ്ചി, മഞ്ഞൾ, തേയില, കാപ്പി. ആ ഒരു 6 കാര്യങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ പഠിച്ചു വെക്കണം. പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. ടെക്സ്റ്റ് ബുക്ക് പറഞ്ഞതുകൊണ്ട് അനുയോജ്യമായ കാലാവസ്ഥയാണ്. ഈ ഭൂപ്രകൃതി വിഭാഗത്തിൽ നിന്ന് ലഭിച്ച സുഗന്ധ വിളകളുടെ പെരുമയാണ് കേരളത്തെ വിദേശികളുടെ പ്രിയ ഇടമാക്കിയെന്ന് ചരിത്രം പറയുന്നു. ഓൾറെഡി ബ്രിട്ടീഷുകാർ വന്നു പോയത് തന്നെ എന്തിനാണ്? ഇതുപോലെ നമ്മൾ ഇവിടെ എന്താണ്, നമുക്കിത് ഒരുപാട് ഈ ഒരു സാധനങ്ങൾ, ഏലം, കുരുമുളക് പോലെയുള്ള സുഗന്ധ വ്യഞ്ജനങ്ങൾ ഒരുപാട് ഇവിടെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ വീട്ടിൽ ഒരു കാര്യം നമ്മുടെ വീട്ടിൽ ഒരുപാടുണ്ടെന്ന് വിചാരിക്കും. നമുക്ക് അതിന് പ്രത്യേകിച്ച് വിലയുണ്ടാവില്ല. കാരണം എന്താണ്, നമുക്ക് ഇഷ്ടംപോലെ ആ ഒരു കാര്യം നമുക്ക് ലഭിക്കുന്നുണ്ട്. എന്നാൽ വേറെ സ്ഥലത്ത് നിന്ന് വരുന്ന ആളുകൾക്ക് എന്താണ്, നമ്മുടെ ആൾക്കാർക്ക് ആ ഒരു സാധനം കിട്ടുന്നതല്ല. ഫോർ എക്സാമ്പിൾ, നമ്മുടെ വീട്ടിൽ വളരെ വലിയൊരു ആപ്പിളിൻ്റെ മരമുണ്ട്. ഓക്കെ, ആപ്പിളിൻ്റെ മരമുണ്ട്. നമുക്ക് ആ ഒരു ആപ്പിളിൽ നിന്ന് ഡെയിലി നമുക്ക് 100-200 ആപ്പിൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. സോ നമ്മൾ ആപ്പിളിന് പ്രത്യേകിച്ച് വില കൊടുക്കില്ലല്ലോ. അതിൽ നിന്ന് 100 ആപ്പിളിൽ നിന്ന് ഒരു 10 ആപ്പിൾ നിലത്ത് വീണ്ട് അത് നശിച്ചു പോയി കഴിഞ്ഞാൽ നമ്മൾ പ്രത്യേകിച്ച് വില നൽകില്ല. കാരണം 90 ആപ്പിൾ നമുക്ക് ബാക്കിയാണ്. നേരെ മറിച്ച് നമ്മുടെ അയൽക്കാർക്ക് എന്താണ്, ഒരു ആപ്പിൾ പോലും ലഭിക്കുന്നില്ല. അവർ കിലോയ്ക്ക് 200 രൂപ 300 രൂപയ്ക്കൊക്കെ കൊടുത്തിട്ടാണ് കടയിൽ നിന്ന് ആപ്പിൾ വാങ്ങുന്നത്. സോ നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു 10 ആപ്പിൾ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് എന്താണ്, ഒരു 2 കിലോ ആപ്പിൾ ആയാലും അവർക്ക് 400 രൂപ ലാഭിച്ചു ഇവിടെ. സോ ആ രീതിയിൽ എന്താണ്, നമ്മുടെ വീട് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യ, നമ്മുടെ അയൽക്കാർ എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാർ. ആ രീതിയിൽ അവർക്ക് നാട്ടിൽ 400 രൂപ
500 രൂപയുള്ള സാധനങ്ങൾ എന്താണ് അവർ ഇവിടെ വന്നിട്ട് 10 രൂപ 20 രൂപയൊക്കെ കൃഷിക്കാർക്കൊക്കെ കൊടുത്തിട്ട് എന്താണ് അവിടെ നാട്ടിലേക്ക് കൊണ്ടുപോയിട്ട് അതിൻ്റെ 1000 ഇരട്ടി ലാഭമൊക്കെ അവർ ഉണ്ടാക്കുന്നുണ്ടല്ലേ. അതായത് ഇവിടുന്ന് ചിലപ്പോൾ എന്താണ് അവർക്കൊരു 100 കിലോ ആപ്പിൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ആകെ അവരുടെ നാട്ടിൽ 1 കിലോ ആപ്പിളിൻ്റെ പൈസ അവർക്ക് ആവുന്നുള്ളൂ അല്ലേ. 200 രൂപ അവർക്ക് 100 കിലോ ആപ്പിൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ആവുന്നുള്ളൂ എന്ന രീതിയിൽ ചിന്തിച്ച് കഴിഞ്ഞാൽ ആ ഒരു 200 രൂപയുടെ ആപ്പിൾ അവരുടെ നാട്ടിലെത്തുമ്പോൾ അത് ചിലപ്പോൾ 2 ലക്ഷം രൂപയായിട്ട് മാറും അല്ലേ, അത്രയും ആപ്പിൾ. സോ ആ രീതിയിൽ ബ്രിട്ടീഷുകാർ ഇതൊക്കെ കണ്ടിട്ടാണ് ബ്രിട്ടീഷുകാർ ഇങ്ങോട്ടേക്ക് വന്നത്. എന്നാൽ കേരളത്തിൻ്റെ കാലാവസ്ഥയിലും ഭൂവിനിയോഗത്തിലും വന്ന മാറ്റങ്ങൾ ഈ ഒരു മേഖലയിൽ കാർഷിക ഉൽപ്പാദനത്തെ ഏറെ ബാധിച്ചിട്ടുണ്ട്. ഓക്കെ, തേയില, കാപ്പി, റബ്ബർ അതൊക്കെ എന്താണ് പലപ്പോഴും നമുക്ക് എന്താണ് ലാഭം തരാത്ത രീതിയിൽ മാറിയിട്ടുണ്ടല്ലോ. അതിൻ്റെ കാരണം എന്താണ് കാലാവസ്ഥയിലും കൃത്യമായുള്ള ഭൂവിനിയോഗത്തിൽ വന്നിട്ടുള്ള അപര്യാപ്തത കാരണമാണ്. ഓക്കെ, സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 75 മീറ്ററിൽ കൂടുതലാണ് ഉയരമുള്ള പ്രദേശമാണ് മലനാട്. മലനാട് തന്നെ പറയാണ്, ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞുള്ള കാര്യമാണ്. സോ ഒന്നുപോലും നമ്മൾ വിട്ടുപോകരുത് എന്ന രീതിയിലാണ് പറയുന്നത്. ഉയരം കൂടിയ കുന്നുകളും മലകളും ഒക്കെയുള്ള ഈ ഭൂപ്രകൃതി വിഭാഗത്തിൽ നിന്നാണ് നമ്മുടെ നദികളെല്ലാം ഉത്ഭവിക്കുന്നത്. ഓൾറെഡി പറഞ്ഞു അല്ലെ, ഹൈറ്റ് കൂടിയതായതുകൊണ്ട് ഈ ഭൂപ്രകൃതി വിഭാഗത്തിന്റെ ഭൂരിഭാഗവും എന്താണ് വനങ്ങളാണ്. തെക്ക് തമിഴ്നാട് മുതൽ വടക്ക് ഗുജറാത്ത് വരെ വ്യാപിച്ചു കിടക്കുന്ന പശ്ചിമഘട്ട മലനിരകളുടെ ഭാഗമാണ് കേരളത്തിന്റെ മലനാട് പ്രദേശം. ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് ആ ഒരു ഭാഗമായിട്ട് പാലക്കാടൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മുടെ സൈലന്റ് വാലിയെ പറ്റി ഒന്ന് പറയണം. ഓക്കെ, പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് താലൂക്ക്, ടെക്സ്റ്റ് ബുക്ക് പറഞ്ഞതുകൊണ്ട് സൈലന്റ് വാലി എവിടെയാണെന്ന് ചോദിക്കും. പാലക്കാട് ജില്ല മണ്ണാർക്കാട് താലൂക്കിൽ ഉൾപ്പെടുന്ന പശ്ചിമഘട്ട വനപ്രദേശമാണ് സൈലന്റ് വാലി. സീവീഡുകൾ അപൂർവമായതുകൊണ്ടാണ് ഈ പ്രദേശത്തിന് സൈലന്റ് വാലി, നിശബ്ദ താഴ്വര എന്ന് പറയല്ലേ. ചോദിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് സൈലന്റ് വാലിക്ക് ആ ഒരു പേര് വന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. ആ ചോദ്യം എവിടുന്ന് വന്നു എന്ന് മനസ്സിലായല്ലോ. സീവീഡുകൾ അപൂർവമായതുകൊണ്ടാണ് ആ ഒരു പേര് വന്ന. ടെക്സ്റ്റ് ബുക്കിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട് എന്ന് പേര് വരാൻ കാരണം വംശനാശം നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകളിലെ ലയൺ ടെയിൽഡ് മക്കാക്കു എന്ന് പറയും. സിംഹവാലൻ കുരങ്ങൾ ഉൾപ്പെടെ നിരവധി സസ്യജാലങ്ങളുടെ ആവാസ കേന്ദ്രം കൂടിയാണ് നമ്മുടെ ഈ ഒരു വനപ്രദേശം. ഇൻ ദ വാലി ഓഫ് സൈലൻസ്, സൈലന്റ് വാലി ഈസ് എ ഫോറസ്റ്റഡ് ട്രാക്ട് ഇൻ ദ വെസ്റ്റേൺ ഘാട്ട് റീജിയൻ ഓഫ് ദ മണ്ണാർക്കാട് താലൂക്ക് in Palakkad district. Silent Valley owes the name to the perceived absence of noisy cicada. This forest is a habitat of several plants and animal species, including the endangered lion-tailed macaque. എന്താണ് lion-tailed macaque? ഇംഗ്ലീഷിൽ കണ്ടാൽ കൺഫ്യൂഷൻ ആവണ്ട, നമ്മുടെ സിംഹവാലൻ കുരങ്ങ് തന്നെയാണ്. ഓക്കെ, ആ ഒരു കാര്യം കൂടെ പറഞ്ഞപ്പോൾ എന്താണ് നമ്മുടെ മലനാടുകൾ കഴിഞ്ഞു. ഇനി മിഡ്ലാൻഡ് ആണ്, ഇടനാടുകൾ. ഓൾറെഡി നമ്മുടെ മലനാട്, ഇടനാട്, തീരദേശം എന്ന് പറഞ്ഞു. സോ തീരദേശത്തിനും മലനാടിനും, അതായത് നമ്മുടെ മലനാടിനും അതുപോലെ തീരദേശത്തിനും ഇടയിൽ വരുന്ന ആ ഒരു ഭാഗങ്ങളെയാണ് നമ്മൾ എന്ത് പേരിൽ വിളിക്കുന്നത്? മിഡ്ലാൻഡ്, അല്ലെങ്കിൽ ഇടയിൽ വരുന്നത് കൊണ്ട് ഇടനാട് എന്ന പേരിൽ നമ്മൾ വിളിക്കുന്നത് അല്ലെ, ഇടനാട് എന്ന പേരിൽ നമ്മൾ വിളിക്കുന്നത്. ദ മിഡ്ലാൻഡ് ഇൻക്ലൂഡ് ഏരിയാസ് ലൈയിങ് ബിറ്റ്വീൻ ദ എലിവേഷൻ ഓഫ് 7.5 meters ആൻഡ് 75 meters above the sea level. സീ ലെവലിൽ നിന്നും 7.5 മീറ്റർ തൊട്ടിട്ട് 75 മീറ്റർ ഉയരത്തിൽ വരെയുള്ള പ്രദേശങ്ങൾ നമ്മൾ ഇടനാടെന്ന് പറയും അല്ലെ. 75 മീറ്റർ മുകളിലാണെങ്കിൽ അത് മലനാടാണ്. 7.5 തൊട്ടിട്ട് 75 മീറ്റർ വരെ ഉയരമുള്ള പ്രദേശങ്ങളെ നമ്മൾ എന്ത് പേരിൽ വിളിക്കും? മിഡ്ലാൻഡ് അഥവാ ഇടനാട്. ഇംഗ്ലീഷിൽ നമുക്ക് ഇടനാട് എന്ന രീതിയിൽ പറയാൻ പറ്റും, ഇടനാടെന്ന് വിളിക്കാൻ പറ്റും. അറൌണ്ട് 42% ഓഫ് ദ ടോട്ടൽ ലാൻഡ് ഈസ് മിഡ്ലാൻഡ്. ഇനി നേരത്തെ 48 പറഞ്ഞു, ഇപ്പൊ 42 എന്ന് പറഞ്ഞു, ഇപ്പൊ 100% ആയാലും എവിടെ നമ്മുടെ തീരപ്രദേശം എന്ന രീതിയിൽ ചോദിക്കണ്ട. അറൌണ്ട് എന്നാണ് പറഞ്ഞത്. ഇത് 48 എന്ന് പറയുമ്പോൾ 47 പോയിന്റ് സംതിങ് ആവും, 42 എന്ന് പറയുമ്പോൾ 41 പോയിന്റ് ആവും. ബാക്കിയുള്ള നമ്മുടെ തീരദേശം രീതിയിൽ നമുക്ക് പറയാൻ പറ്റും അല്ലെ. അറൌണ്ട് കണക്ക് മാത്രമാണ് നമ്മൾ പറയുന്നത്. അറൌണ്ട് 42% ഓഫ് ടോട്ടൽ ലാൻഡ് ഈസ് മിഡ്ലാൻഡ്. ദ മിഡ്ലാൻഡ് ഈസ് സാൻഡ്വിച്ച്ഡ് ബിറ്റ്വീൻ ലോ ലാൻഡ് ആൻഡ് ഹൈലാൻഡ്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ എന്താണ്, മലനാടുകൾക്കും തീരദേശത്തിനും ഇടയിൽ സാൻഡ്വിച്ച് ചെയ്ത് കിടക്കുന്ന പ്രദേശമാണ് നമ്മുടെ ഈ ഒരു മിഡ്ലാൻഡ് അല്ലെ. കേരളത്തിന്റെ ആ ഒരു മാപ്പ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ഇങ്ങനെയാണ് ഉണ്ടാകുക. ഇവിടെ തീരദേശം ഉണ്ടാവും, ഇവിടെ നമ്മുടെ ഇടനാട് ഉണ്ടാവും, ഇവിടെ നമ്മുടെ മലനാട്. സോ തീരദേശത്തിനും ആ മലനാടിനും ഇടയിൽ ഇത് ഇവിടെ നടുവിലായിട്ട് കണ്ടോ സാൻഡ്വിച്ച് ചെയ്ത് കിടക്കുന്ന പ്രദേശമാണ് നമ്മുടെ ഇടനാട്. ദ മിഡ്ലാൻഡ് സോൺ കൺസിസ്റ്റ് ഓഫ് സ്മോൾ ഹിൽസ്. നേരത്തെ പോലെ വളരെ ഉയരം കൂടിയ ഹില്ലുകളൊന്നും ഇല്ലെങ്കിൽ ചെറിയ ഹില്ലുകളുടെ വാലീസും താഴ്വരകളുടെ റിവർ ബേസിൻസ് ഒക്കെ കാണാൻ പറ്റും. ദിസ് റീജിയൻ ഇൻ കേരള ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ദ മോസ്റ്റ് ഡൈവേഴ്സ് ക്രോപ്സ്. നമുക്ക് ഏറ്റവും കൂടുതൽ ക്രോപ്സ് കാണാൻ പറ്റും, നമുക്ക് കൃഷിയായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ മെച്ചം കിട്ടുന്ന പ്രദേശമാണ് ഇടനാട്. സെറൽസ്, വെജിറ്റബിൾസ്, ട്യൂബർ ക്രോപ്സ് എക്സെട്ര ആർ ദ പാർട്ട് ഓഫ് ദിസ് ഡൈവേഴ്സിറ്റി. ഇവിടുന്ന് എന്താണ് സെറൽസ്, വെജിറ്റബിൾസ്, ട്യൂബർ ക്രോപ്സ് ഒക്കെ നമുക്ക് നേടിയെടുക്കാൻ പറ്റുമല്ല, കൃഷിയായിട്ട് നേടിയെടുക്കാൻ പറ്റും. അബണ്ടന്റ് റെയിൻഫോൾ, വളരെ വലിയ രീതിയിലുള്ള റെയിൻഫോൾ ഇടനാടുകളിൽ കാണാൻ പറ്റും. Moderately thick layers of alluvial soil in the river basin and lateral soil along with the hilly tracts are the favorable geographical factors for the crop diversity in the midland region. അതായത് ക്രോപ്പ് ഡൈവേഴ്സിറ്റി കൂടിയ ഏരിയ ആണ്, അല്ലെങ്കിൽ ഇന്റൻസീവ് കൾട്ടിവേഷൻ പറ്റിയ ഏരിയ ആണ് നമ്മുടെ മിഡ്ലാൻഡ് എന്ന് നമുക്ക് എടുത്തു പറയാൻ പറ്റും. പരീക്ഷയ്ക്ക് ആ ഒരു ചോദ്യങ്ങൾ വരും. ദിസ് ഈസ് എ ഏരിയ ഓഫ് ഇന്റൻസീവ് കൾട്ടിവേഷൻ. നമുക്ക് നല്ല രീതിയിൽ കൃഷി ചെയ്തെടുക്കാൻ പറ്റുന്ന പ്രദേശമാണ് ഇടനാട്. കാരണം എന്താണ്,
അവിടെ വളരെ വലിയ ഹൈറ്റിൽ വരുന്ന പ്രദേശമല്ല, നല്ല രീതിയിലുള്ള മണ്ണും കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ടല്ലേ. സോ ഇവിടെ പ്രധാനമായിട്ട് കൃഷി ചെയ്യുന്ന കൃഷി ഇനങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് കാഷ്യൂ വരുന്നുണ്ട്, കോക്കനട്ട് വരുന്നുണ്ട്, അറക്കനട്ട് വരുന്നുണ്ട്, കസാവ ടാപ്പിയോക്ക ഉണ്ടല്ലേ, കിഴങ്ങ് വരുന്നുണ്ട്, ബനാന വരുന്നുണ്ട്, റൈസ് വരുന്നുണ്ട്, ജിഞ്ചർ വരുന്നുണ്ട്, പെപ്പർ വരുന്നുണ്ട്, ഷുഗർ കെയിൻ ഉണ്ട്, വെജിറ്റബിളോ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഒക്കെ ഇവിടെ വരുന്നുണ്ട്. സോ ഏതൊക്കെയാണ് പഠിച്ചു വെക്കണം. ടെക്സ്റ്റ് ബുക്ക് പറഞ്ഞതാണ് ഇടനാടിൽ കൃഷി ചെയ്യുന്ന കാർഷിക വിളകൾ ഏതൊക്കെയാണ്. കാഷ്യൂ ഉണ്ട്, കോക്കനട്ട് ഉണ്ട്, അരക്കനട്ട് ഉണ്ട്, കസാവ ഉണ്ട്, ടാപ്പിയോക്കയാണ് കസാവ, ബനാന ഉണ്ട്, റൈസ് ഉണ്ട്, ജിഞ്ചർ ഉണ്ട്, പെപ്പർ ഉണ്ട്, ഷുഗർ കെയിൻ ഉണ്ട്, ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് വെജിറ്റബിൾസ് ഉണ്ട് അല്ലേ. അത്രയും കാര്യങ്ങളൊന്ന് പഠിച്ചു വെക്കണം. ഇടനാട് സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെ ഉയരമുള്ള ഭൂപ്രദേശങ്ങൾ ഉൾപ്പെടുന്നതാണ് ഇടനാട്. ചെറിയ കുന്നുകളും താഴ്വരകളും നദീതടങ്ങളും എല്ലാം ചേർന്നാണ് ഇടനാട് മേഖലകൾ. നമ്മൾ മലനാട് പറയുമ്പോൾ വലിയ കുന്നുകളും അതുപോലെ തന്നെ നദികളുടെ ഉത്ഭവസ്ഥാനം എന്ന രീതിയിലൊക്കെ പറഞ്ഞു അല്ലെ. തീരപ്രദേശത്തിനും മലനാടിനും ഇടയിലുള്ളതാണ് ഇടനാട്. കേരളത്തിൽ ഏറ്റവും അധികം വിളവൈവിധ്യമുള്ള പ്രദേശമാണുള്ള ഇന്റൻസീവ് ക്രോപ്പ് എന്ന് പറഞ്ഞു. വിളവൈവിധ്യം ചോദ്യം വരും. കേരളത്തിൽ ഏറ്റവും അധികം വിളവൈവിധ്യമുള്ള പ്രദേശം ഏതാണ്? ഇടനാടാണ്. ഭക്ഷ്യധാന്യങ്ങൾ, പച്ചക്കറികൾ, കിഴങ്ങുവർഗ്ഗങ്ങൾ തുടങ്ങിയവ ഇടനാട്ടിലെ വിളവൈവിധ്യത്തിന്റെ ഭാഗമാണ്. ധാരാളമായിട്ട് മഴ ലഭിക്കുന്ന പ്രദേശമാണിത്. ഈ മേഖലയിലെ ചെറു കുന്നിൻ പ്രദേശങ്ങളിലെ ലാറ്ററൈറ്റ് മണ്ണിന്റെയും നദീതടങ്ങളിലെ എക്കൽ മണ്ണിന്റെയും സാമാന്യം കനത്ത ആവരണം തുടങ്ങി അനുകൂല ഭൂമിശാസ്ത്ര ഘടകങ്ങളാണ് ഇടനാട്ടിലെ വിളവൈവിധ്യത്തിന് കാരണം. പരീക്ഷയ്ക്ക് ചോദ്യം വരും, താഴെ പറഞ്ഞ ഏതൊക്കെയാണ് ഇടനാട്ടിലെ വിളവൈവിധ്യത്തിന് കാരണം? ഓപ്ഷൻ എ തരുന്നുണ്ട്, ധാരാളമായിട്ട് മഴ ലഭിക്കുന്നു. ഓപ്ഷൻ ബി തരുന്നുണ്ട്, ഈ മേഖലയിൽ ചെറു കുന്നിൻ പ്രദേശങ്ങളിലെ ലാറ്ററൈറ്റ് മണ്ണിന്റെയും മണ്ണിന്റെ ആ ഒരു അളവ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. നദീതടങ്ങളിലെ എക്കൽ മണ്ണിന്റെ സാമാന്യം കനത്ത ആവരണം നമുക്ക് ലഭ്യമാകുന്നുണ്ട്. ആ രീതി തന്നു കഴിഞ്ഞാൽ എല്ലാം കറക്റ്റ് ആണല്ലേ. ആ രീതിയിൽ ഇളനാടിന്റെ പ്രത്യേകതകൾ പഠിച്ചു വെക്കണം. കേരളത്തിലെ പ്രധാന വാണിജ്യ വിളകളായിട്ടുള്ള റബ്ബർ കൃഷി ചെയ്യുന്നതിന് ഏറ്റവും അനുയോജ്യമായുള്ള ഇടമാണ് ഇവിടെ. പരീക്ഷയ്ക്ക് ചോദ്യം വരും, താഴെ പറഞ്ഞ ഏത് വിഭാഗത്തിലാണ് റബ്ബർ കൃഷി ചെയ്യാൻ വേണ്ടി കേരളത്തിൽ അനുയോജ്യം? മിഡ്ലാൻഡ്, ഹൈലാൻഡ്, ലോലാൻഡ്. മിഡ്ലാൻഡ് ആണ് ഉത്തരം അല്ലെ. 20ാം നൂറ്റാണ്ടിന്റെ ആദ്യപാദത്തിലാണ് ഈ മേഖലയിൽ റബ്ബർ കൃഷി വ്യാപകമായിട്ട് ചെയ്യാൻ തുടങ്ങി. റബ്ബർ കൃഷി കേരളത്തിലെ കോട്ടയം ഭാഗത്തൊക്കെ വളരെ വലിയ രീതിയിൽ കൃഷി ചെയ്യുന്നുണ്ടല്ലേ. അതുവരെ മരച്ചീനി, കാച്ചിൽ, ചേന തുടങ്ങിയ കിഴങ്ങുവർഗ്ഗങ്ങളും പച്ചക്കറികളും വ്യാപകമായിട്ട് കൃഷി ചെയ്തിരുന്ന പ്രദേശമാണിത്. ഏത്തവാഴ കൃഷിയും ഈ മേഖലയിൽ വ്യാപകമായിരുന്നു. ഇടനാടിന്റെ ഈ വിളവൈവിധ്യം അതിവേഗം റബ്ബറിന് വഴിമാറുകയായിട്ട് ചെയ്തതല്ലേ. ചെറിയ കൃഷിയിടങ്ങൾ പോലും ഇന്ന് റബ്ബർ കൃഷിക്കായിട്ട് ഉപയോഗപ്പെടുന്നു. ഒരിക്കൽ നട്ട് വിളവെടുപ്പ് തുടങ്ങിക്കഴിഞ്ഞാൽ ഏറെക്കാലം വിളവ് ലഭിക്കുന്നത് റബ്ബറിന്റെ മേന്മയാണല്ലേ. അതായത് നമ്മൾ ഒരിക്കൽ റബ്ബർ നട്ടിട്ട് റബ്ബറിന്റെ തൈ അവിടെ നട്ടിട്ട് വിളവെടുത്ത് കഴിഞ്ഞാൽ പിന്നെന്താണ് ഒരുപാട് കാലം നമുക്ക് എന്താണ് അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഉപജീവന മാർഗമായിട്ട് കൊണ്ടു നടക്കാൻ പറ്റും. ഇടനാട് സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെ ഉയരമുള്ള ഭൂപ്രദേശങ്ങൾ ഉൾപ്പെടുന്നതാണ് ഇടനാട്. ചെറിയ കുന്നുകളും താഴ്വരകളും നദീതടങ്ങളും എല്ലാം ചേർന്നാണ് ഇടനാട് മേഖല. കായലുകൾ, അഴിമുഖങ്ങൾ, മണൽത്തിട്ടകൾ, തുരുത്തുകൾ, തോടുകൾ എന്നിവ ഈ പ്രദേശത്തിന് പ്രത്യേകതകളാണ്. നിങ്ങൾ പറയുമ്പോൾ വിചാരിക്കണം എന്താണ് 2-3 പ്രാവശ്യം പറയുന്നതെന്ന് വിചാരിക്കേണ്ട. ഒന്ന് 10th ഈക്വലൻസി, ഒന്ന് 10th റെഗുലർ ആണ്. നമുക്ക് ഒരു പോയിന്റ് പോലും മിസ്സാവരുത്. അങ്ങനെ മിസ്സായ ചോദ്യങ്ങളാണ് പരീക്ഷയ്ക്ക് വരുന്നത്. സോ നമ്മൾ റബ്ബറിനെ പറ്റി പറഞ്ഞല്ലോ. റബ്ബർ നമ്മുടെ ഇടനാടുകളിലാണ് കൂടുതലായിട്ട് പച്ച പിടിക്കുന്നത്. അതുകൊണ്ട് തന്നെ റബ്ബറിന്റെ പിതാവ് നമുക്കൊന്ന് അറിയണം. റബ്ബർ കൃഷിയുടെ പിതാവ് അയർലാൻഡ് സ്വദേശിയായിട്ടുള്ള ജോൺ ജോസഫ് മർഫി. ഇദ്ദേഹമാണ് ഇന്ത്യയിലെ റബ്ബർ കൃഷിയുടെ പിതാവായിട്ട് അറിയപ്പെടുന്നത്. ചോദ്യം വരും, ഇന്ത്യയിലെ റബ്ബർ കൃഷിയുടെ പിതാവ് ആരാണെന്ന് ചോദ്യം വരും. ആരാണ്? ജോൺ ജോസഫ് മർഫിയാണ് ഇന്ത്യയുടെ റബ്ബർ കൃഷിയുടെ പിതാവ്. ഇന്ത്യയിലെ റബ്ബർ കൃഷിയുടെ പിതാവ് ആരാണ്? ജോൺ ജോസഫ് മർഫിയാണ്. അദ്ദേഹം സുഹൃത്തുക്കളോടൊപ്പം പെരിയാറിന്റെ തീരത്ത് ആലുവയ്ക്ക് അടുത്തായിട്ട് 1902 റബ്ബർ കൃഷി തുടങ്ങിയല്ലേ. പിന്നീട് അദ്ദേഹം കോട്ടയം ജില്ലയിലെ മുണ്ടേക്കയത്തിനടുത്ത് ഏന്തയാറിൽ വാണിജ്യാടിസ്ഥാനത്തിൽ റബ്ബർ കൃഷി ആരംഭിച്ചു. കേവലം ഒരു പ്ലാന്റർ മാത്രമായിരുന്നില്ല മർഫി. തൊഴിലാളികൾക്കായിട്ട് പെൻഷൻ ആനുകൂല്യങ്ങൾ, നാട്ടുകാർക്കായി വിദ്യാലയങ്ങൾ, ആരാധനകൾ എന്നിവ അദ്ദേഹം പണിത് നൽകിയിട്ടുണ്ടല്ലേ. ആ രീതിയിൽ ജോൺ ജോസഫ് മർഫിയുടെ പേര് ഓർത്തു വെക്കണം. ജോൺ ജോസഫ് മർഫി. ദിസ് ഐറിഷ് മാൻ ഈസ് കൺസിഡർഡ് ആസ് എ ഫാദർ ഓഫ് റബ്ബർ കൾട്ടിവേഷൻ ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ റബ്ബർ കൾട്ടിവേഷന്റെ ഫാദർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് പറയും? ജോൺ ജോസഫ് മർഫി ആണെന്ന് പറയണം. ആ ഒരു ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങളൊന്ന് വായിച്ചു വെക്കുക. മലയാളത്തിൽ പറഞ്ഞാൽ ഇംഗ്ലീഷ് എന്ന് മാത്രമേ ഉള്ളൂ. ഇനി എന്താണ്? ഇനി നമ്മുടെ ലോലാൻഡ് ആണ് അവസാനമായിട്ട് വരുന്ന തീരദേശമാണല്ലോ. ലോലാൻഡ് കൂടിയ നമുക്ക് ഈ ഒരു ഭൂപ്രദേശമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനുള്ളൂ. ലോലാൻഡ് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ തീരദേശമാണ്. തീരപ്രദേശം എന്ന രീതിയിലൊക്കെ പറയാറുണ്ട്. തീരദേശ നിവാസികൾ എന്നൊക്കെ പറയാറില്ലേ. ലോലാൻഡ് ഏരിയയിൽ ജീവിക്കുന്ന ആളുകളാണല്ലേ. അതായത് കടലുമായിട്ട് ബന്ധപ്പെട്ട് ഉപജീവന മാർഗം കണ്ടെത്തി ജീവിക്കുന്ന ആളുകളാണ്. സോ നമ്മളെ മലനാടുകൾ 75 മീറ്ററിന് മുകളിൽ ഉയരമെന്നും ഇടനാടുകൾ 7.5 തൊട്ടിട്ട് 75 മീറ്റർ വരെ തീരപ്രദേശത്ത് നിന്ന് ഉയരമെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ലോലാൻഡ് സ്വാഭാവികമായിട്ട് എന്തായിരിക്കും? 7.5 മീറ്റർ താഴെ കടലിൽ നിന്നും ഉയരം വരുന്ന സ്ഥലങ്ങളാണല്ലേ. ദ ലോലാൻഡ് ഈസ് ഏരിയ ദാറ്റ് എലിവേഷൻ ഓഫ് അപ് ടു 7.5 മീറ്റേഴ്സ് ഫ്രം ദ സീ ലെവൽ. കടൽ നിരപ്പിൽ നിന്നും 7.5 മീറ്റർ വരെ മാക്സിമം ഉയരം പാടുള്ളൂ ലോലാൻഡ് ആവണമെങ്കിൽ.
the lowlands or the coastal area which is made of river deltas, backwaters and shore of Arabian Seas, essentially a land of coconut and rice. വളരെ പ്രധാനമായിട്ട് ഇവിടെ പറയേണ്ടത്, ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് തെങ്ങും അതുപോലെ തന്നെ അരിയുമാണുള്ള നെല്ലുമാണ് ഇവിടെ കൂടുതലായിട്ട് കാണാൻ പറ്റുന്നത്. നമ്മൾ ഏതെങ്കിലും ബീച്ച് സൈഡ് അല്ലെങ്കിൽ ആ രീതിയിലുള്ള പ്രദേശങ്ങൾ, തീരപ്രദേശങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് തെങ്ങുകൾ അവിടെ വളരുന്നത് കാണാൻ പറ്റും അല്ലേ. തെങ്ങിന് അനുയോജ്യമായുള്ള സ്ഥലമാണ് ഈ ഒരു തീരപ്രദേശ മേഖലകൾ. ഫിഷറീസ് ആൻഡ് കൊയർ ഇൻഡസ്ട്രി കൺസ്റ്റിറ്റ്യൂട്ട് ദ മേജർ ഇൻഡസ്ട്രി ഇൻ ദിസ് ഏരിയ. പരീക്ഷയ്ക്ക് മറ്റൊരു ചോദ്യം വരും, തീരപ്രദേശങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉപജീവന മാർഗം എന്താണ്? ഒന്ന് മത്സ്യമാണല്ലേ, മറ്റൊന്ന് കയർ ഇൻഡസ്ട്രിയാണ്. ജനറലി ദിസ് ഇസ് എ സാൻഡി ട്രാക്ട്. അവിടെ എന്താണ്, നമുക്ക് മണൽ പ്രദേശങ്ങളാണ് കൂടുതലായിട്ട് കാണുന്നത്. ദ ഡെപ്പോസിറ്റ് ഓഫ് അലൂവിയൽ സോയിൽ ഇൻ ദ ലോ ലാൻഡ്സ് ഇസ് ഐഡിയൽ ഫോർ പാഡി കൾട്ടിവേഷൻ. നെൽകൃഷിക്ക് ഉചിതം എന്താണ്? അവിടെയുള്ള അലൂവിയൽ സോയിലാണ്. ആൻഡ് ദ സലൈൻ അലൂവിയൽ സോയിൽ അലോങ് കോസ്റ്റൽ സ്ട്രെച്ചസ് ഫോർ കോക്കനട്ട് ട്രീ. ഓൾറെഡി പറഞ്ഞു പാഡി കൾട്ടിവേഷൻ കോക്കനട്ട് ട്രീക്കും ഉചിതമാണ്. അവിടെ ഡെപ്പോസിറ്റ് ചെയ്യുന്ന അലൂവിയൽ സോയിൽ ലോ ലാൻഡിലെ പാഡി കൾട്ടിവേഷനും അതുപോലെ സലൈൻ അലൂവിയൽ സോയിൽ അവിടെയുള്ള കോക്കനട്ട് ട്രീസിനും അനുയോജ്യമാണ്. സച്ച് റീജിയൻസ് വേർ ദീസ് ക്രോപ്സ് വെയർ വൺസ് വൈഡ്ലി കൾട്ടിവേറ്റഡ് ഗ്രാജുവലി ഗോട്ട് ട്രാൻസ്ഫോർഡ് ഇൻ ടു സെറ്റിൽമെന്റ്സ്. ആദ്യ കാലഘട്ടങ്ങളിൽ ഇവിടെ നല്ല രീതിയിൽ കൃഷി ചെയ്തെങ്കിൽ പോലും പിന്നീട് ആളുകൾ ആവാസ വ്യവസ്ഥയായിട്ട് മാറ്റി തുടങ്ങിയപ്പോൾ അവിടെ എന്താണ്, അവിടെ നമുക്ക് ഈ ഒരു കൃഷികളൊക്കെ പോയിട്ട് സ്ഥലങ്ങളൊക്കെ വരാൻ തുടങ്ങി അല്ലേ, വീടുകളൊക്കെ വരാൻ തുടങ്ങി. ദിസ് ലെഡ് ടു സിഗ്നിഫിക്കൻറ്റ് റിഡക്ഷൻ ഇൻ അഗ്രികൾച്ചർ ലാൻഡ്. ഇതോടുകൂടി എന്താണ്, ആളുകൾ വീടൊക്കെ വെക്കാൻ തുടങ്ങിയപ്പോൾ അവർ അഗ്രികൾച്ചർ ലാൻഡ് കുറഞ്ഞു വന്നു. ദ ഹൈക്ക് ഇൻ ദ പ്രൈസ് ഓഫ് സീഡ്സ്, ഫെർട്ടിലൈസേഴ്സ് ആൻഡ് ദ കോസ്റ്റ് ഓഫ് ലേബർ മെയ്ഡ് അഗ്രികൾച്ചർ ലെസ് പ്രോഫിറ്റബിൾ. ഇവിടെ എന്താണ്, ഇവിടെ ഫെർട്ടിലൈസേഴ്സിന്റെ വിലയും സീഡ്സിന്റെ വിലയൊക്കെ കൂടിയപ്പോൾ വളരെ തുച്ഛമായുള്ള എമൗണ്ട് കൃഷിക്കാർക്ക് ജീവിക്കുന്ന ഇതുപോലെയുള്ള ഏരിയയിലുള്ള ആളുകൾക്ക് എന്താണ്, കൃഷി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി. ആസ് എ റിസൾട്ട് ദ ഫാമേഴ്സ് വർ ഫോഴ്സ്ഡ് ടു സ്വിച്ച് ദ അതർ സെക്ടേഴ്സ് ഓഫ് എംപ്ലോയ്മെന്റ്. അങ്ങനെ എന്താണ്, ഈ ഒരു പ്രദേശങ്ങളിൽ നമ്മുടെ തീരദേശങ്ങളിൽ കൃഷി കുറയാൻ തുടങ്ങിയല്ലേ. സമുദ്രനിരപ്പിൽ നിന്നും അധികം ഉയരമില്ലാത്ത പ്രദേശമാണ് തീരപ്രദേശം. ആകെ വരുന്നത് 7.5 മാക്സിമം ഉയരം വരുന്നത്. താഴ്ന്ന ഇടങ്ങളിലെ എക്കൽ മണ്ണിന്റെ നിക്ഷേപം. നെൽകൃഷിക്കും തീരപ്രദേശങ്ങൾ ഉപ്പുരസമുള്ള എക്കൽ മണ്ണ് തെങ്ങ് കൃഷിക്കും അനുയോജ്യമാണ്. എന്താണ്, നെൽകൃഷിയും തെങ്ങ് കൃഷിയാണല്ലോ ഇവിടെ വരുന്നത്. ഈ വിളകൾ സമൃദ്ധമായി കൃഷി ചെയ്തിരുന്ന തീരപ്രദേശ മേഖലകൾ കാലക്രമേണ ജനവാസ കേന്ദ്രങ്ങളായിട്ട് മാറാൻ തുടങ്ങി. ഇത് കൃഷിഭൂമിയുടെ അളവിൽ കാര്യമായുള്ള കുറവുണ്ടാക്കി. വിത്ത്, വളം തുടങ്ങിയവയിലെ വിലവർധന കൃഷി ആദായകരമല്ലാതാക്കി. ഇതുമൂലം കർഷകർ മറ്റു തൊഴിലിടങ്ങളിലേക്ക് മാറാൻ വേണ്ടി നിർബന്ധിതരായല്ലേ. അതായത് ഇവിടെ എന്താണ്, ഇത് കാലക്രമേണ കൃഷി ചെയ്ത പ്രദേശങ്ങൾ ജനവാസ കേന്ദ്രങ്ങളായിട്ട് മാറിയപ്പോൾ കൃഷിഭൂമിയിൽ അളവ് കുറയാൻ തുടങ്ങി. വിത്ത്, വളം അതിലൊക്കെ വില വർദ്ധിച്ചപ്പോൾ ആളുകൾ എന്താണ്, മറ്റു ജോലിയിലേക്ക് പോയല്ലേ. സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ വരെ ഉയരമുള്ള ഭാഗമാണ് തീരപ്രദേശം. പൊതുവെ മണൽ നിറഞ്ഞ ഭൂപ്രദേശമാണ് നമ്മുടെ തീരപ്രദേശം. സാൻഡി ട്രാക്ട്സ് എന്ന് പറഞ്ഞല്ലോ. തീരപ്രദേശം ഏകദേശം കേരളത്തിന്റെ തെക്ക് മുതൽ വടക്കേ അറ്റം വരെ വ്യാപിച്ചു കിടക്കുന്നു. തെക്കോട്ടിട്ട് വടക്കേ അറ്റം വരെ നമുക്ക് ഇങ്ങനെ മാപ്പ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ലാസ്റ്റ് കാണിച്ചു തരാം മാപ്പ്. ഈ ഭാഗങ്ങൾ കടലാക്രമണ ഭീഷണി നേരിടുന്ന പ്രദേശങ്ങളാണ്. എന്താണ്, കടൽ ഏത് നിമിഷം വേണമെങ്കിലും ക്ഷോഭിക്കാം അല്ലെ. സുനാമിയൊക്കെ വന്നു കഴിഞ്ഞാൽ ഏറ്റവും ഫസ്റ്റ് അപകടം വരുന്ന ആർക്കാണ്? ഈ ഒരു തീരപ്രദേശ നിവാസികൾക്കാണല്ലേ. ജനസാന്ദ്രത ഇവിടെ വളരെ കൂടുതൽ കൂടിയാണ്. സമുദ്രനിരപ്പിൽ നിന്ന് 7.5 മീറ്റർ ഉയരമുള്ള ഭാഗമാണ് തീരപ്രദേശം. പൊതുവെ മണൽ നിറഞ്ഞ ഭൂപ്രദേശങ്ങളാണ് ഇവ. ഇനി നമ്മുടെ കേരളത്തിലെ തീരപ്രദേശമുള്ള ജില്ലകൾ നോക്കിക്കഴിഞ്ഞാൽ കണ്ണൂരാണ് ഏറ്റവും കൂടുതൽ തീരപ്രദേശമുള്ളത്. എവിടെയാണ്? കണ്ണൂരാണ്. പരീക്ഷയ്ക്ക് ഒരുപാട് തവണ ഈ ഒരു ചോദ്യം വന്നിട്ടുണ്ട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ തീരപ്രദേശമുള്ള ജില്ല ഏതാണെന്ന് പരീക്ഷയ്ക്ക് ഒരുപാട് തവണ ചോദ്യം വന്നിട്ടുണ്ട്. അത് നമ്മുടെ കണ്ണൂരാണ്. തീരപ്രദേശം ഏറ്റവും കൂടുതലായിട്ടുള്ള രണ്ടാമത്തെ ജില്ല ചോദിച്ചാൽ കണ്ണൂർ കഴിഞ്ഞാൽ ആലപ്പുഴയാണ്. ഓക്കെ, തീരപ്രദേശം ഏറ്റവും കൂടുതലുള്ള രണ്ടാമത്തെ ജില്ല ഏതാണ്? കണ്ണൂർ കഴിഞ്ഞാൽ അത് ആലപ്പുഴയാണ്. ഇനി തീരപ്രദേശം ഏറ്റവും കൂടുതലുള്ള താലൂക്കാണ് ചോദിക്കുന്നെങ്കിൽ അത് ചേർത്തലാണ്. പണ്ട് അതിന്റെ പേര് കരപ്പുറം എന്നാണ്, ഇന്നതിന് ചേർത്തല എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. തീരപ്രദേശം ഏറ്റവും കൂടുതലുള്ള താലൂക്ക് ഏതാണ്? ചേർത്തല താലൂക്കാണ്. പഴയ പേര് കരപ്പുറം എന്നായിരുന്നു. ഇനി തീരപ്രദേശം ഏറ്റവും കുറവുള്ള ജില്ല ചോദിക്കാറുണ്ട്. കൊല്ലം ജില്ലയാണ് തീരപ്രദേശം ഏറ്റവും കൂടുതലുള്ള ജില്ല എന്ന് പറഞ്ഞ് കൊല്ലം ജില്ലയാണ്. ആ ഒരു കാര്യം ഓർത്ത് വെക്കണം. ഇനി കണ്ണൂർ തന്നെയായിട്ട് ബന്ധപ്പെട്ട് മറ്റൊരു കാര്യം കൂടെ പഠിക്കാനുള്ളത്, ഏഷ്യയിലെ ഏറ്റവും വലിയ ഡ്രൈവിംഗ് ബീച്ച് മുഴപ്പിലങ്ങാട് ബീച്ചാണ് കണ്ണൂരിൽ. അതായത് നമുക്ക് ആ ഒരു ബീച്ചിലൂടെ സേഫായിട്ട് വാഹനം ഓടിക്കാൻ പറ്റില്ല. സേഫ് എന്ന് പറയുമ്പോൾ കടലിലേക്ക് ഇറക്കി ഓടിക്കാൻ പാടില്ല. അല്ലാതെ നമുക്ക് അത്യാവശ്യം സ്ഥലമൊക്കെ അത്യാവശ്യം വീതിയൊക്കെ നമുക്ക് വാഹനം ഓടിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന സ്ഥലമാണ് കണ്ണൂർ മുഴപ്പിലങ്ങാട് ബീച്ച് എന്ന് പറഞ്ഞത്. അതായത് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഡ്രൈവിംഗ് ബീച്ചാണ്. ഏഷ്യയിലെ, ഇന്ത്യയിലെ അല്ല, കേരളത്തിലല്ല, ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഡ്രൈവിംഗ് ബീച്ച് ഏതാണ്? മുഴപ്പിലങ്ങാട് ബീച്ചാണല്ലേ. ആ രീതിയിൽ മുഴപ്പിലങ്ങാട് ബീച്ചുമായിട്ട് ബന്ധപ്പെട്ട കാര്യം കൂടെ ഒന്ന് ഓർത്തു വെക്കണം. ഇനി ഇതാണ് നമ്മുടെ മലനാട് ഇടനാട് തീരപ്രദേശത്തിന്റെ ആ ഒരു മാപ്പ് വരുന്നത്. ഇത് ഇവിടെ നമുക്ക് കാണാൻ പറ്റില്ല. മലനാട് എന്ന് പറയുമ്പോൾ കുറച്ച് ഹൈറ്റ് വരുന്ന പ്രദേശമാണല്ലോ നമ്മുടെ വെസ്റ്റേൺ ഗാർഡ്. ഇവിടെയാണല്ലോ നമ്മുടെ വെസ്റ്റേൺ ഗാർഡ്സ് വരുന്നത്. വെസ്റ്റേൺ ഗാർഡ്സിനോട് അനുബന്ധമായിട്ട് വരുന്ന പ്രദേശങ്ങളാണ് ഇത്. ഇവിടെ ഉയരം കൂടിയ പ്രദേശങ്ങളാണല്ലേ. ഈ ഒരു ഭാഗത്ത് വരുന്ന ജില്ലകളൊക്കെ എന്താണ്? മലനാടുകൾ. അവിടെയൊക്കെ എന്താണ്? ഹില്ലി ഏരിയാസും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി ഒരു യെല്ലോ കളർ കണ്ടോ? ഇതെന്താണ്? ഇവിടെ നമുക്ക് എന്താണ്? അറേബ്യൻ സീ വരുന്നുണ്ടല്ലേ. അറേബ്യൻ സീയും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ
വരുന്നുണ്ട്. കടലാണ് പ്രധാനമായിട്ട് ഇവിടെ, സീ ആണ് നമുക്ക്, കടലാണ് നമുക്കിവിടെ വരുന്നത്. ഈ ഒരു ഭാഗങ്ങൾ കണ്ടോ, നമ്മുടെ ദേ ഇവിടെ ഈ ഒരു ഭാഗങ്ങളിലൊക്കെ വരുന്നത് കടൽ പ്രദേശങ്ങളിലെ ആ ഒരു ജില്ലകളാണ്. 9 ജില്ലകൾ നമുക്ക് വരുന്നുണ്ട്. ഏതൊക്കെയാണെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അവർ 5 ജില്ലകൾ പഠിച്ചാൽ മതി, 9 പഠിക്കുന്നതിലും നല്ലതല്ലേ ആ രീതി. ഇനി ഇതിൻ്റെ ഇടയിലും ഇതിനിടെ മലനാടിനും തീരപ്രദേശത്തിനും ഇടയിൽ സാൻഡ്വിച്ച് ചെയ്ത പോലൊരു ഭാഗം കണ്ടോ, ഇതാണ് നമ്മുടെ ഇടനാട്. ഇവിടെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വിളകളും കാര്യങ്ങളൊക്കെ ചെയ്യാനും അതിനൊക്കെ സാധ്യമാവുന്ന ഒരു പ്രദേശമാണ് നമ്മുടെ സ്വന്തം ഇടനാടല്ല. മലനാടിനും തീരപ്രദേശത്തിനും ഇടയിൽ വരുന്നു. അവിടെ നമുക്ക് നല്ല രീതിയിൽ കൃഷി ചെയ്യാനും അതുപോലെ ഒരുപാട് വിളകളൊക്കെ നമ്മുടെ കേരളത്തിൽ വരുന്ന പ്രധാനപ്പെട്ട കാർഷിക വിളകളൊക്കെ ചെയ്യുന്ന പ്രദേശം കൂടിയാണ് നമ്മുടെ ഇടനാട് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയുമാണ് നമുക്ക് കേരള ജോഗ്രഫിയുമായിട്ട് ബന്ധപ്പെട്ട ആദ്യത്തെ ക്ലാസ്സിൽ പറയാനുള്ളത്. ഇത് നമ്മുടെ ഇൻട്രൊഡക്ഷൻ മാത്രമാണ്. കേരളത്തിന്റെ ആ ഒരു സിലബസിൽ ആദ്യം കൊടുത്ത ഭാഗമാണ് ഫിസിയോഗ്രഫി എന്ന് പറയുന്നത്. കേരളത്തിന്റെ ആ ഫിസിയോഗ്രഫി എന്ന രീതിയിൽ നമുക്ക് പഠിക്കാനുണ്ട്. ആ ഒരു കേരളത്തിന്റെ ഭൂമിശാസ്ത്രമായിട്ട് ബന്ധപ്പെട്ട ഒരു തുടക്കം മാത്രമാണ്. ഇനി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. നദികൾ പഠിക്കാനുണ്ട്, അതുപോലെ തന്നെ കേരളത്തിലെ ജില്ലകളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, കേരളത്തിലെ വൈൽഡ് ലൈഫ്, അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഇനിയും കൂടി നമുക്ക് കേരളവുമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിന്റെ ജോഗ്രഫിയുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനുണ്ട്. ബേസിക് ആയിട്ടുള്ള എക്സാം പോയിന്റ് ഓഫ് വ്യൂ, എക്സാം നമുക്ക് അടുത്തല്ല, എക്സാം ഇനി അത്ര ദിവസങ്ങളെ ബാക്കിയുള്ളൂ അല്ലേ. ഏതാണ്ട് എക്സാമിന് 2 ആഴ്ച 3 ആഴ്ചയൊക്കെ മാക്സിമം, 3 ആഴ്ച ഇല്ലല്ലോ, 2 ആഴ്ചയും നമുക്ക് മാക്സിമം നമുക്ക് ബാക്കി വരുന്നുള്ളൂ. അതിനിടയിൽ നമുക്ക് എന്താണ് ബാക്കിയുള്ള കാര്യങ്ങൾ കൂടെ നമുക്ക് പരിചയപ്പെടാം. എക്സാം പോയിന്റ് ഓഫ് വ്യൂ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ പഠിക്കുന്നുള്ളൂ. കാരണം ഇന്ത്യ ജോഗ്രഫിയും കാര്യങ്ങളൊക്കെ നമുക്ക് ഓൾറെഡി പഠിക്കാനുണ്ട് അല്ലേ. സോ മാക്സിമം 1 മാർക്കൊക്കെ ഇതിൽ നിന്ന് വന്നു കഴിഞ്ഞാലായി. ഓൾറെഡി നമ്മൾ ജോഗ്രഫി എന്ന് പറഞ്ഞ് 4-5 മാർക്കിന് ചോദ്യങ്ങൾ വരാറുണ്ട്. ആ രീതിയിൽ 1-2 ചോദ്യങ്ങൾ മാക്സിമം ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരും. ഒരു ചോദ്യം എന്തായാലും നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ നിന്ന് പ്രതീക്ഷിക്കാൻ പറ്റും, പ്രീവിയസ് ഇയർ നമ്മൾ അനാലിസിസ് ചെയ്യുകയാണ്. ഓക്കെ, നമുക്ക് എന്തായാലും ജോഗ്രഫിയുമായിട്ട് ബന്ധപ്പെട്ട് പുതിയ ക്ലാസ്സിൽ കാണാം. താങ്ക്